തമിഴ്നാട്ടിലേക്ക് പോവാണ്. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരിടത്തേക്ക്. ജസ്റ്റ് വോണ്ട് ടു ബി എ ഫ്രീ ബേർഡ്. എൻ്റെ ഫ്രണ്ടിൻ്റെ അങ്കിൾ വഴിയാണ് ഇവിടേക്ക് അഡ്മിഷൻ ശരിയായത്. ഈ കഴിഞ്ഞ 12 വർഷവും എനിക്കൊരു ജയിൽ പോലെയായിരുന്നു. എല്ലാത്തിനും റൂൾസും റെസ്ട്രിക്ഷൻസും. പിന്നെ എന്ന് വെച്ച് നിങ്ങൾ എന്നെ കുറച്ചൊന്നും കാണണ്ട. എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. വീട്ടിലായിരുന്ന സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിരുന്നത് ഇതിനായിരുന്നു. എക്സ്ക്യൂസ് മീ, 209 ഇറ്റ്സ് മൈ സീറ്റ്. ഓ റിയലി സോറി, ഞാൻ 210 ആണ്. യാ ഇറ്റ്സ് ഓക്കെ. ഇയാൾ എങ്ങോട്ടാ? ഞാൻ ഐശ്വര്യ, തമിഴ്നാട്ടിലേക്കാ. ഓ നാനും വന്ന് തമിഴ്നാട്ടിലേക്ക് താ. ഞാൻ അതിഷ്ടലക്ഷ്മി. ഓ തമിഴാ, നൈസ് ടു മീറ്റ് യു. ഇവിടെ കേരളത്തിൽ എന്നാ പരിപാടി? അമ്മ പ്ലീസ് ഇങ്ങതാ, ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ആച്ചില്ലയാ, അതിനാണ് തിരുമ്പി പോറേൻ. ഓ ഐ സി. അപ്പം പഠിക്കുവാണോ? ഏതാ കോളേജ്? ഞാൻ വന്ന് ഭാരതിയാർ യൂണിവേഴ്സിറ്റി കോളേജ്. നിങ്ങൾ ഇതുക്കാക തമിഴ്നാട് വരാ? എൻ്റെ ശിവനെ, അപ്പോൾ നമ്മൾ സെയിം കോളേജാ. ഞാനും പഠിക്കാൻ തന്നെ അങ്ങോട്ടേക്ക്. ഓ അത് ரொம்ப പെരിയ സർപ്രൈസ് ആയിരിക്കേ. അങ്ങനെ അവരുടെ സംസാരവും ട്രെയിൻ യാത്രയും പുരോഗമിക്കുകയാണ് സുഹൃത്തുക്കളെ, പുരോഗമിക്കുകയാണ്. ഐഷു സ്റ്റോപ്പ് ആച്ചിടി, എഴുന്നിട്. എടി ആത്തോ, നീ ഇങ്ങോട്ട് വന്ന് കുറച്ചുകൂടെ ഉറങ്ങാം. ടീ മഴയാതെയാ എഴുന്നിട്, ഇല്ലെല്ലാം മൂഞ്ചിലെ തണ്ണി ഊത്തിടുവേ. അയ്യോ വേണ്ട, ഞാൻ എണീറ്റു പോവാം. ஐயோ கடவுளே, இந்த பொண்ணை வச்சு நான் என்ன பண்ணுவேனோ தெரியல. ஆஹா லட்சுமா, அப்பா பொண்ணு வந்தாச்சா? ஆமா அதெல்லாம் இருக்கட்டும். யார் இந்த பொண்ணு? அப்பா அது சொல்லவே மறந்துட்டேப்பா. வணக்கம் அப்பா, நான் வந்து ஐஸ்வர்யா, കേരളത്തിലിருந்து வரேன். ആഹാ, മോള് മലയാളിയായിരുന്നു. അപ്പയ്ക്ക് കുറച്ചൊക്കെ മലയാളം അറിയാം കേട്ടോ. മോള് മലയാളത്തിൽ സംസാരിച്ചോ? അപ്പയ്ക്കെങ്കിലും മലയാളം സംസാരിക്കാൻ അറിയാലോ. ഈ ഭൂതനെ വെച്ച് ഇത്രയും നേരം സഹിച്ച പാടെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അടിയേ ഐഷു, നീ എൻ കയ്യിലേർന്ന് വാങ്ങ പോരെ. എനിക്ക് മലയാളം പേസതാ தெரியாது, ആനാ കേട്ടാ പുരിയും. കണ്ട അപ്പ കണ്ട, ഇവള് പറയുന്നത് വർത്താനം കേട്ടാ. ട്രെയിനിൽ വെച്ച് എൻ്റെ മുഖത്ത് വെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ മീത് കൈ വെക്കുമെന്ന്. ഇതൊന്ന് ചോദിക്കാൻ എനിക്കിവിടെ ആരും ഇല്ലേ? அப்படி சொல்லாதம்மா லட்சுமா, அப்படிலாம் சொல்லக்கூடாது. இது உன்னுடைய ஃப்ரெண்டு தானே. எப்படிப்பா உனக்கு அப்படி சொல்ல தோணுச்சு? எவ்வளோ நாள் கழிஞ்சு நான் கேரளாலேருந்து வரேன். உனக்கு என்னன்னா என்ன மைண்டு கூட இல்லை? லட்சுமா அப்படிலாம் சொல்லக்கூடாது. அப்பா சும்மா சொன்னேன்டா தங்கம். ஆமாம் ஐஷு, உன்னுடைய ஸ்டே எல்லாம் எங்கே? അത് ഞാനും അച്ഛനും കൂടി ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് നമ്മളിവിടെ കോളേജിലെ ഹോസ്റ്റലിൽ തന്നെ സെറ്റ് ചെയ്തു. ഇനി അവിടെ പോയി രജിസ്റ്റർ കൂടി ചെയ്താൽ മതി അപ്പാ, വേറെ പണിയൊന്നുമില്ല. ஐஷு, நாம் எல்லாரும் சேர்ந்து காலேஜ் போகலாம். ഒന്ന് ഹോസ്റ്റലിൽ ഡ്രോപ്പ് பண்ணிடுறேன். ആത്തു അതൊന്നും വേണ്ട, നിങ്ങൾ രണ്ടുപേരും വീട്ടിലോട്ട് പൊക്കോ. ഞാൻ ഇവിടുത്തെ ടാക്സി പിടിച്ച് ഹോസ്റ്റലിലേക്ക് പൊക്കോളാം. മുടിയാതെന്നാ മുടിയാതെ. അപ്പാ നിങ്ങൾ വണ്ടി എടുക്കുക, നമ്മൾ എല്ലാവരും சேர்ந்தே കോളേജ് പോകலாம். എടി ആത്തു, വെറുതെ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ എനിക്കൊരു ടാക്സി പിടിച്ച് തന്നാൽ മതി, ഞാൻ പൊക്കോളാം. அப்படி നീ തനിയതാ പോരാൻ അനിച്ചെന്നാൽ എൻകിட்ட ഇനിമേ പേസാതെ. എൻ്റെ ചക്കരയല്ലേ, ഇനി ഇതിന് വേണ്ടി പിണങ്ങണ്ട, ഞാൻ വന്നോളാം നിങ്ങളുടെ കൂടെ, പോരെ? അങ്ങനെ അവർ ഹോസ്റ്റലിലെത്തി ഐശുവിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് അവർ രണ്ടുപേരും തിരിച്ചു പോയത്. റൂം എല്ലാം ഫില്ലായതുകൊണ്ട് ഐശുവിന് ഒരു സീനിയറിൻ്റെ കൂടെയാണ് റൂം ഷെയർ ചെയ്യേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ അവൾക്കില്ലാതില്ല. എൻ്റെ ദേവി, രജിസ്ട്രേഷൻ പെട്ടുപോകുമെന്ന് ഓർത്തപ്പോൾ ആത്തുവിൻ്റെ പപ്പ് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതിപ്പോൾ അതിനെക്കാട്ടി വലിയ പണിയാണല്ലോ, സീനിയറിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ. എനിക്ക് വയ്യ. അങ്ങനെ നമ്മുടെ ഐശു രണ്ടും കൽപ്പിച്ച് ഡോറ് നോക്ക് ചെയ്യാൻ തുടങ്ങി. என்ன அப்படி பார்த்துக்கிட்டு நிற்கிற, உள்ளவா? താങ്ക് യു ചേച്ചി. ഞാൻ വന്ന് ഐശ്വര്യ, കേരളയിലിருந்து വരാൻ. അതിന് ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചോ? ഇല്ല. എന്നാ നീ ദേ ആ ബ്ലൂ കളർ കബോർഡ് എടുത്തോ. എൻ്റെ കാര്യത്തിൽ നോക്കാനോ ഇടപെടാനോ വരരുത്, കേട്ടല്ലോ? ഇല്ല ചേച്ചി, വരുന്നില്ല. ചേച്ചി മലയാളിയാണോ? അല്ലടി, ഞാൻ ബംഗാളിയാ. ഞാനിപ്പോൾ ബംഗാളാണല്ലോ നിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കയറി പോവച്ചേ അകത്തോട്ട്. എൻ്റെ പൊന്നോ, ഇത് എന്തു ചാടയാടോ. ബോറടിച്ചിട്ടാണെങ്കിലും വയ്യ. ആത്തൂൻ്റെ നമ്പർ മേടിക്കാനും മറന്നുപോയി. ഇല്ലെങ്കിൽ അവളെങ്കിലും വിളിച്ച് സംസാരിക്കായിരുന്നു. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുമോ? എന്ത് കാര്യം? നീ ചോദിക്ക്. അല്ല ചേച്ചി, നമ്മൾ ഈ റൂമിനകത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞാണല്ലോ. ചേച്ചിയുടെ പേര് ഇതുവരെയായിട്ട് പറഞ്ഞില്ല. നിന്നോടായിട്ട് ഞാൻ ഈ റൂമിൽ കയറി വന്നപ്പോഴേ പറഞ്ഞതാ നിൻ്റെ കാര്യം നോക്കി ആ മൂലയ്ക്കെങ്ങാനും ഇരുന്നോണോന്ന്. എൻ്റെ പൊന്നു ചേച്ചി ദേഷ്യപ്പെടല്ലേ, സോറി, ഞാൻ വെറുതെ ചോദിച്ചതാ, ഞാൻ പോവുക. കാതറിൻ ജസ്റ്റൻ.
ഇത്രയും നല്ല പേര് വെച്ചിട്ടാണോ ചേച്ചി ഇത്രയും നേരം ഷോ കാണിച്ചേ? നല്ല പേരല്ലേ, ഞാൻ കാത്തൂന്ന് വിളിക്കാം. എടി എടി കുരുത്തം കെട്ടോളെ, നീ മര്യാദയ്ക്ക് ഓടിക്കോ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങുന്നു. ഞാൻ എപ്പോഴേ ഓടി. എൻ്റെ മാതാവേ, ഈ ജൂനിയർ പിള്ളേർക്ക് ഇത്തിരി ഇടം കൊടുത്താൽ മതി തലയിൽ കയറിയിരിക്കാൻ. കുരുത്തം കെട്ടോളൂ. എൻ്റെ ദൈവങ്ങളെ, നീ തന്നെ തുണ. എനിക്കറിയാം തമിഴ്നാട് കോളേജാണ്, റാഗിങ് ഒരുപാട് കാണുമെന്ന്. പക്ഷെ നീ എന്നെ അതിൽ നിന്ന് എല്ലാം രക്ഷിച്ച് സേഫായിട്ട് ക്ലാസ്സിൽ എത്തിക്കണേ ഭഗവാനേ. ഐഷു, എന്നെ പண்றீங்கன்னு വാ, ഉള്ള പോലാം. നീ എന്ത് ജീവിയാടി? നിനക്ക് ടെൻഷനൊന്നുമില്ലേ? സീനിയേഴ്സ് എങ്ങാനും എടുത്ത് കുടഞ്ഞാൽ എന്നാ ചെയ്യും? செய்யறதுக்கு எதுவும் இல்லை, கேட்டுட்டு சும்மா இருக்கணும். எதுவும் பேசக்கூடாது. அவங்க என்ன சொல்கிறோ அது மாதிரி பண்ணணும். ப்ராப்ளம் எதுவும் இருக்காது. எப்படி? சூப்பர். ഇതിനായിരുന്നോ നിനക്ക് ഇത്രയും ബിൽഡപ്പ്? സുമ്മാ ഇരിക്കട്ടൂണ്ടി. ഈ പ്രകാശം അവർ വിളിക്കുമ്പോൾ വേണം കേട്ടോ. അപ്പോഴെങ്ങാനും ഫ്യൂസ് പോയ അണ്ണനെ പോലെ നിൽക്ക്, അപ്പം കാണിച്ചു തരാം. அப்படியല്ല எதுவும் நடக்காது ஐஷு, நீ தைரியமாக வா, நான் இருக்கேன்ல. ஆமாம் ஆமாம், நீ இருக்கிறതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. വാ ഇങ്ങോട്ട്. ஓய் 2 பேரும் இங்கே வா. ശുഭം, കാലെടുത്ത് വെച്ചില്ല. എടി തിരിഞ്ഞു നോക്കാതെ ഓടിയാലാ? அப்படி செய்து ஏதாச்சும் ப்ராப்ளம் வந்தால் என்ன பண்ணுவேன்? ஓய், உங்களுக்கு காது கேட்காதா என்ன? வர சொன்னது கேட்டல, அப்போ என்ன அங்கே டாக்கு? என்ன வேணும் அண்ணா? எதுக்கு விழிச்சது? உனக்கு தமிழ் தெரியாதா? இல்லை அண்ணே, கொஞ்சம் கொஞ்சம் தெரியும். நான் வந்து கேரளாவிலேருந்து. ஓ, அப்போ நீ கேரளாவில் இருந்தா? சரி, ஒரு மலையாளம் பாட்டு நல்லா பாடு. അണ്ണാ, ഞാൻ പാട്ടൊന്നും പാടത്തില്ല. நீ பாட்டை பாடாமல் இங்கே இருந்து கிளாஸ்லையும் போக முடியாது. அண்ணா ப்ளீஸ் தான், ஃபர்ஸ்ட் டே, அதுவும் எதுக்கு பிரச்சனை? உன்கிட்டயா பாட சொன்னேன்? இல்லை இல்லை, நீ கிளாஸில் போ. എൻ്റെ പൊന്ന് ചേട്ടാ പ്ലീസ്, എനിക്ക് പാടാൻ അറിയത്തില്ല. വേറെ എന്തെങ്കിലും താ, ഞാൻ ചെയ്യാം. ஆயமுடு, இனி இந்த கேம்பஸில் நீ மலையாளம் பேசுறது நான் கேட்டுச்சு, அவ்வளோதான் அவளை. ஓய், அவள் சொன்னது உன் காதில் கேட்கல? நீ கிளாஸில் போப்பாரு. இந்த மலையாளி பொண்ணு இன்னைக்கு பாட்டு பாடாமல் இவ கிளாஸில் வராது. ஸோ நீ போப்பாரு. ഞാൻ വേറെ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പാടാൻ പറ്റത്തില്ല. ആത്തു, നീ വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. ஓ, என்ன மீதி நீ கிளாஸில் போகிறது எனக்கு அப்போ பார்க்கணுமே. ஏய், நீங்கள் 2 பேரும் ஃப்ரெஷ்ஷாக தானே? ஏன் இங்கே நிற்கிற? ப்ரோக்ராமுக்கு பெல் அடிச்சது கேட்கல? ചേട്ടാ, നമ്മൾ മര്യാദയ്ക്ക് ക്ലാസ്സിലേക്ക് പോവായിരുന്നു. അപ്പോൾ ഇവരാണ് നമ്മൾ പിടിച്ച് റാഗിങ് എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയത്. ஆனால் அப்படிலாம் இல்லை, இந்த மலையாளி பொண்ணு ரொம்ப தான் சோவை போடுறா. நீ வாய முடு, நீங்கள் 2 பேரும் ப்ரோக்ராமுக்கு கிளம்ப பாரு. താങ്ക് യു ചേട്ടാ. ആത്തു, വാ പോവാം. உங்ககிட்ட எல்லாமே சொன்னது தானே, ஃபர்ஸ்ட் டே ரேக்கிங் எதையும் வேணான்னு. பின்ன எதுக்காக பண்ணேன்? அண்ணா சாரி, சும்மா விளையாட்டுத்தனமாக தான் பண்ணேன். அண்ணா, அந்த மலையாளி பொண்ணு தான் ஓவராக ஷோ போட்டா, நம்ம எதையும் செய்யலண்ணே. நாளைக்கு பார்க்கலாம், இன்றைக்கி எந்த பிரச்சனையும் வேண்டாம். ஸோ ஃப்ரெண்ட்ஸ், என்ன ஹெல்ப்பாக இருந்தாலும் எங்ககிட்ட கேட்கலாம். தேங்க்யூ ஃபார் யூர் அட்டென்ஷன் ஃபார் திஸ் மச் டைம். நாளை உங்களுக்கு சேர்மேன் கூட ஒரு ஸ்பீச் செக்ஷன் இருக்கு. அண்ணா, அங்கே கிரவுண்டில் சேர்மேன். அண்ணா சீக்கிரம் வா. டேய் மிகாயல், நீ இதுக்கு கண்டிப்பாக ரிக்ரெட் பண்ணுவேன். உனக்கு அதுக்கெல்லாம் கட்ஸ் இருக்கா? ஓகே, அப்படின்னா நான் பார்க்குறேன். டா பிரின்ஸு, மாறு, அவரை விட்டேக்கு. இனி கை வச்சவன் சத்து ஓடா, விடு. அவள் என்ன சொன்னாலும் நீயும் காதால தானே கேட்ட. என்னை ரிக்ரெட் பண்ண வைக்கிறதுக்கெல்லாம் நீ ஆள் இல்லைட மயிறு. എടി എന്തോ അടി ഇത്? കോളേജിൽ ഫസ്റ്റ് ഡേ തന്നെ അടിയാ? ആരാ അടി അവൻ? ஆவோ, எனக்கு தெரியாது. ஆனால் பார்த்தா சீனியர் மாதிரி தெரியுதே. பேர் என்னவா இருக்கும்? അതിൽ ഇത്ര ചിന്തിക്കാൻ എന്തോ ആയിരിക്കുന്നത്. വല്ല മുനിപാണ്ടിന്നാ വെട്ടുവേലെന്നാ ശക്തിവേലെന്നാ ആയിരിക്കൂടി. ஆனால் பார்த்தா அப்படி தெரியல ஐஷு. நீ உன் பிரெயின் யூஸ் பண்ணாமல் ஹார்ட்டை யூஸ் பண்ணி பாரு. ஒரு ஐ கான்டாக்ட் கூட கொடுத்து பாரு, ஏதாச்சும் புரியும். ஓஹோ, ஐ கான்டாக்ட் கொடுத்தா பேர் മനസ്സിലാവും. இந்த காலேஜில் எவனும் இல்லை. இந்த மிகாயல் பீட்டர் பிரின்ஸ் ஸ்கெட்சு போ. மிகாயல்? ஏய், எல்லாம் என்ன பார்த்து நிற்கிற? எல்லாம் கிளாஸுக்கு கிளம்ப பாரு. டி ஐஷு, வாடி போகலாம். என்ன லுக்கு விட்டு நிற்கிற? வாடி. ഡാ, നീ കോളേജ് ചെയർമാനായിട്ട് എന്താടാ നീ കാണിച്ച് വെച്ചിരിക്കുന്നത്? ഫ്രഷേഴ്സ് ഡേ ആയിട്ട് കോളേജിൽ സ്പീച്ച് കൊടുക്കേണ്ട നീയാണോ ഗ്രൗണ്ടിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നത്? ഇന്നേക്ക് മൂടില്ലടാ മച്ചാ. സ്പീച്ച് താനേ, നാളേക്ക് കൊടുത്തിട്ടാ പോച്ച്. ആഹാ, ബെസ്റ്റ്. ഇന്നലെ സൂപ്പർ കോളേജ് ചെയർമാൻ.
എടാ നീയാടാ ഈ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ, നീ തന്നെ ഗ്രൂപ്പിൽ കിടന്ന് അടി ഉണ്ടാക്കിയാലോ. എടാ നിനക്കെന്തെങ്കിലും പറ്റിയോ? അവന്മാർ കുറേ ആയി തുടങ്ങിയിട്ട്, എടുത്തിട്ട് കുടയണം നാളെ. ആ ബെസ്റ്റ്. എല്ലാം തണുത്തിരിക്കുമ്പോൾ നീ അതിലേക്ക് കുറച്ചുകൂടി പെട്രോൾ വാരി ഒഴിച്ചു കൊടുക്കും. എടാ പ്രിൻസേ, നീ ഇത് എന്നതായി നോക്കുന്നത്? ഓ ഫ്രഷർ പിള്ളേരാണോ? കൊച്ചു ഗള്ളൻ. ഒരു തമിഴ പൊണ്ണ് പാത്ത് സെറ്റ് പണ്ണ്, പിന്നെ ചുമ്മാ ഗലാട്ടവ ഇരിക്കും. അടച്ചി വായ മുടി. വായിലിരുന്ന് നല്ല വാർത്തയാ വരാതാ. അല്ലേ എടാ നീയാടാ വായി നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടുവന്നേ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എല്ലാം തള്ളു 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 തള്ളു. അണ്ണാ 4 ചായ് 4 വടை 4 മസാല ദോശ, ടേബിൾ നമ്പർ 29ക്ക്. അപ്പം ശരി. ഇയാളൊരു കോളേജ് അമ്പാനിയാണ് നമ്മളെയൊക്കെ പിടിച്ച് തള്ളാൻ. അപ്പോൾ ക്യൂ നിൽക്കുന്ന നമ്മളാരാ? പുകയാണ്. എന്നടി പാത്ത് ലുക്ക് വിടുക. ഒന്നുമില്ല അണ്ണാ, ചൂടോടെ തന്നെ കഴിക്കണേന്ന് പറഞ്ഞതാ. അത് ഞാൻ നോക്കിക്കോളാം. നിന്നെ ഞാൻ നോട്ടായിട്ട് വച്ചേക്കുവാടി, കൈ കിട്ടും നിന്നെ. ഡാ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണോ ഇവനെ തടിച്ചൊരിടത്തേക്കും വിടരുതെന്ന്? എവിടെ പോയാലും അടി ഉണ്ടാക്കും. എടാ നീ കോളേജ് ചെയർമാനാടാ, അതിനൊക്കെ കൂട്ടി നിൽക്കാൻ 2 എണ്ണം പാല് പോലെ. എൻ്റെ പൊന്ന് കാതറിനെ, നീ ഒന്ന് നിർത്ത്. വന്നപ്പം മുതൽ തുടങ്ങിയതല്ലേ, ഇതിപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, നീ അത് വിട്ടേക്ക്. എങ്ങനെ വേണമെന്നോ നിങ്ങൾ ഈ പറയുന്നത്? നാളെ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്നാ ചെയ്യുന്നത്? നിങ്ങൾ ഇവനെക്കാട്ടി സീനിയർ അല്ലേ? അവന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട ഇയാൾ തന്നെ അവനെ സപ്പോർട്ട് ചെയ്യുകയാണോ? யப்பா கேதரனே, கொஞ்ச நேரம் அந்த வாயை முடி சும்மா இருக்கியா? ஏன் பேரை வச்சு உங்களுக்குள்ள சண்டை வேணாம், சும்மா இருக்கியா? ഓ ഞാൻ മിണ്ടുന്നില്ല, ഞാനാണല്ലോ അല്ലെങ്കിൽ ലാസ്റ്റ് കുറ്റക്കാരി. ചൂട് ചൂട് മസാല ദോശ റെഡി, വാ കഴിക്കാം. യബാടാ നീ കറക്റ്റ് ടൈമുക്ക് വന്ന. ചേട്ടാ അതെന്നാ പരിപാടിയാണേ നിങ്ങളീ കാണിച്ചേ? ബാക്കി എല്ലാവർക്കും കൊടുത്തല്ലോ, ഞാൻ വന്നപ്പോൾ മാത്രം തീർന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കും? ஓய் மலையாளி பொண்ணு, உன்கிட்ட தானே சொன்னேன் தீர்த்து போச்சுன்னு, பின்ன எதுக்காக இங்கே நிற்கிற? போவா பாரு. നിങ്ങളത് പരിപാടിയാ ചേട്ടാ കാണിക്കുന്നത്? എനിക്ക് ശേഷിയുള്ളവർക്ക് കൊടുക്കാറുണ്ട്, എനിക്ക് തരാനില്ല. അതെന്തു പരിപാടിയാ? എടാ മലയാളിയാ നമ്മുടെ ക്യാമ്പസിലാ, ഇതെന്നാടാ പുതിയ പ്രശ്നം? ആടാ ഈ പെണ്ണ് രാവിലെ സീൻ ഉണ്ടാക്കിയതാണല്ലോ നമ്മുടെ പിള്ളേരുടെ കൂടെ. ഇവിടെ എവിടെ പോയാലും ഇത് തന്നെയല്ലോ. ആ അത് പറഞ്ഞപ്പോഴാ, ഈ പൊണ്ണാണ് എൻ്റെ റൂംമേറ്റ്. ഇവളാ നിന്റെ റൂംമേറ്റാ? ഡാ പോയി എന്താന്ന് നോക്കിയാലാ? രണ്ടും ഇവിടെ ഇരുന്നോണം മര്യാദക്ക്. ഒരു പ്രശ്നം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇരുന്നതേ ഉള്ളൂ, അടുത്തതിന് ദേ പോവാൻ നോക്കുന്നു. എൻ്റെ പൊന്ന് കാതറിനെ പോകുന്നില്ല, നീ ഒന്നും മിണ്ടാതിരിക്കുക. ഡാ പ്രിൻസേ, നീ ഇതെന്നാ നോക്കിയിരിക്കുക? അതെടുത്ത് കഴിക്കാൻ നോക്ക്. டேய் மச்சா, இவ ஒரு பொம்பளை பொண்ணு தானா? இவ்வளோ பசங்க கிட்ட ஒரு பொண்ணு, டவுட்டாக இருக்கு. நைட்டு ஒரு பொண்ணு 3 பசங்க கிட்ட பேசினா இல்லை கூட உக்காந்தா அவ பொண்ணு இல்லாமல் ஆயிடுமா? கெட்டவள ஆயிடுமா? உன்ன மாதிரி ஆளுங்களெல்லாம். എടാ നിങ്ങൾ രണ്ട് എന്നാ നോക്കി നിൽക്കുക? അവന് പോയി പിടിച്ച് മാറ്റ്. மொவனே ஒரு வாட்டுக்கூடும் வாயிலிருந்து இம்மாதிரி வார்த்தை வந்தது கொன்று புதைச்சிடுவேன். ഡോ അപ്പൊ ഇയാളാണോ ഇവൻ എൻ്റെ മണ്ടിലോട്ട് തള്ളിയിട്ടേ? ஏய் நீ ஃபஸ்ட் இயர் தானே? ആ അതിനെന്താ? அதுக்கு என்னவா ரூல்ஸ் படிக்கல? டா பிரின்ஸை விட்டேக்கடா, ஃபர்ஸ்ட் டே இல்லை, அவளுക്കൊന്നും അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും നീ വിട്ടേക്ക്. പ്രിൻസനാ ഇവക്ക് சுத்தமாக சீனியர்ஸை ரெஸ்பெக்ட் இல்லை, ஏதாச்சும் பனிஷ்மெண்ட் கொடுத்துதாகணும். ஓ அப்படியா? ஏய் நீங்க வா என் கூட. ഏയ് ഇയാളിത് എന്താ കാണിക്കുന്നത്? എൻ്റെ കയ്യിൽ നിന്ന് വിട്. ஏய் அமைதியாக என் கூட வா, இல்லைன்னா நீ அவனை பார்த்தல, அவனை மாதிரி ஆக்கிடுவேன் உன்னை. ஏய் சிவா, அப்புறம் இந்த கேன்டீனை கிளியர் பண்ணிடு, கொஞ்சம் முக்கியமான வேலை இருக்குது. ഡാ അവനെ കൊച്ചിനെ വിളിച്ചോണ്ട് എങ്ങോട്ടാടാ പോകുന്നേ? ആവോ പടച്ചോന്നറിയാം. എടോ എൻ്റെ കയ്യിൽ നിന്ന് വിട്. ഇയാളിത് എന്നാ ഈ കാണിക്കുന്നേ? ஓய் மலபார், இந்த காலேஜில் கொஞ்சம் ரூல்ஸ் இருக்குது, நீ 2 எண்ணத்தையும் இப்போலே பிரேக் பண்ணிட்டேன். എടോ ഞാനൊന്നും ചെയ്തിട്ടില്ലടോ. இன்னும் ஒரு வாட்டி கூட அவளை நீ எடுடா ஏதாச்சும் போட்டு பேசின வாயை உடச்சிடுவேன். அப்புறம் சீனியர்ஸை ரெஸ்பெக்ட் பண்ணணும், புரியுதா? ഇനി ഇനി അങ്ങനെ വിളിക്കത്തില്ല ചേട്ടാ. എന്തിനാ ഇങ്ങനെ അടുത്തോട്ട് വരുന്നേ? சேட்டானா அண்ணா தானே? ആ അതെ ചേട്ടാ. நீ இந்த காலேஜில் பாக்கி எல்லாரையும் சேட்டானே கூப்பிடு, ஏன்னா அப்படி கூப்பிடாத. ഏ അതെന്താ? அது என்னன்னா எனக்கு ஒன்றும் தங்கச்சி மாதிரி பார்க்க முடியலை. அதெல்லாம் இருக்கட்டும், கிரவுண்டில் வச்சு எதுக்காக அந்த மாதிரி லுக்கை விட்டேன்?
ഞാനൊന്നും നോക്കിയില്ല ഇയാളെ. உன்கிட்ட நான் ஒரு வாட்டி சொன்னேன் அந்த மாதிரி கூப்பிடாதேன்னு. எனக்கு இந்த மாதிரி செகண்ட் சான்ஸ் கொடுக்கறதெல்லாம் சுத்தமாக பிடிக்காது. அதனால அமைதியாக நான் சொல்கிறது கேளு. ഞാൻ പിന്നെ എന്താ വിളിക്കുക? இந்த மலபார் பொண்ணு என்ன சீனியர்னே கூப்பிடலாம். என்ன? ആ ഓക്കെ സീനിയർ. എന്നാൽ ഞാൻ പൊക്കോട്ടെ. நான் உன்கிட்ட ஒரு கொஸ்டினை கேட்டேன், நீ எனக்கு அதுக்கு இப்போ ஒரு ரிப்ளை கொடுக்கல மலபார். എൻ്റെ പൊന്ന് സീനിയറെ, വെറുതെ നോക്കിയതാ. എനിക്ക് ക്ലാസ്സിന് സമയം, ഞാൻ പോവാ. ஓய் மலபார், ആ എന്നെ സീനിയർ? உன் பேர் என்ன? വലിയ സീനിയർ അല്ലേ, കണ്ടുപിടിക്കേ. ഡാ ചെക്ക, നീ ഇത്രയും നേരം ഇത് എവിടെയായിരുന്നു? എവിടെയൊക്കെ തിരക്കിയെന്നറിയാവോ? ഏതുക്കിടാ നീനും ക്ലാസ്സിൽ കയറല? അതൊക്കെ ഞാൻ കയറിക്കോളാം. പൊന്നുമോനും ക്ലാസ്സിലൊന്നും കയറണ്ടേ? എന്താടാ ഒരു ചുറ്റിക്കളി? அப்படிല്ല எதையும் இல்லை, நீ கிளாஸில் போப்பாரு. அப்போ பொண்ணுமோன்னு இன்னும் மூடு இல்லாயோ கிளாஸில் கയറാൻ? ഈവനിങ് മാത്സ് இருக்குടാ, அதுக்கு പ്രാക്ടീസ് பண்ணணும். നീ ക്ലാസ്സിൽ പോപ്പാரு. നിന്നെയും കൊണ്ട് ക്ലാസ്സിൽ വന്നേക്കാന്നാ ഞാൻ ക്യാദറിന് വാക്ക് കൊടുത്തിട്ട് വന്നേ. ഇനിയിപ്പോൾ നിനക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ, ഞാൻ ക്ലാസ്സിൽ പോവാടാ. ஆ அவளை நீ கன்வின்ஸ் பண்ணிவிடு. அப்புறம் கிளாஸ் முடிஞ்சதுக்கப்புறம் கிரவுண்டில் வா, நான் அங்கே இருப்பேன். എക്സ്ക്യൂസ് മീ സാർ, മേ ഐ കം ഇൻ? ஓ, நீ தானே இந்த கிளாஸில் மலையாளி பொண்ணு? ക്ലാസ്സിക്ക് ടൈമുക്ക് വരെ தெரியாது? സാർ, അത് ഞാൻ ക്ലാസ് കണ്ടുപിടിക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. யூஸ்லெஸ் ஃபெல்லோ. ஃபர்ஸ்ட் டே இப்படின்னா என்ன பண்ணுவேன்? கெட் அவுட். இந்த மாதிரி மலையாளி பசங்கனாலே தொல்லதான். இனிமே நீ என் கிளாஸுக்கு டைமுக்கு வரணும். அதனால பனிஷ்மெண்ட், ക്ലാസ്സുക്ക് വെളിയെ നില്ല്. എൻ്റെ ദൈവങ്ങളെ, ഫസ്റ്റ് ഡേ തന്നെ കുളമായല്ലോ. ഇവർക്ക് എല്ലാവർക്കും ഒടുക്കത്തെ പാർഷ്യാലിറ്റിയാണ്. ஓய் மலபார், ஏன் கிளாஸில் ஏறல? ஃபர்ஸ்ட் டே கட் அடிக்கிறியா? ഞാനൊന്നും കട്ടടിച്ചിട്ടില്ല. എന്നോട് ക്ലാസ്സിൽ കയറണ്ട പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ നിൽക്കുന്നത്. ஏன் என்னாச்சு? അതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ പുറത്ത് നിൽക്കുക. ഏയ് ഇയാൾ തന്നെ അല്ല, സീനിയർ തന്നെ കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് വിട്. ஏய் மலபார், நீ வாய மூடு. ஓய், நீ எதுக்காக இவளை கிளாஸில் இந்த வேலையை அனுப்புன? ஃப்ரெண்ட்ஸ், நீ இதுக்குள்ளே தலையிடாத. இந்த மலையாளி பொண்ணு ஃபர்ஸ்ட் டே லேட்டாக என் கிளாஸுக்குள்ளே வந்தா, அதனால வெளியே அனுப்பிட்டேன். அவள் லேட்டாக வந்ததுனாலையா இல்லை அவள் மலையாளி பொண்ணாக இருந்ததுனாலையா? இந்த மாதிரி நீ ஒரு வாட்டி கூட பிரச்சனை பண்ணன்னு தெரிஞ்சது அவனு உனக்கு இருக்குது. அன்னைக்கு உனக்கு கொடுத்தது இன்னும் மறக்கலைன்னு நினைக்கிறேன். மறந்துருந்தா இன்னும் ஒரு வாட்டி கூட கொடுத்துடலாம். மறக்காமல் சொல்லு. அப்புறம் அவருக்கு ஒரு பேர் இருக்குல்ல, நீ அதே கூப்பிடலாம். இந்த மலையாளி பொண்ணுன்னு கூப்பிட தேவையில்லை, புரிச்சுதா? சாரி ஃப்ரெண்ட்ஸ், என்கிட்ட இல்லை, அவகிட்ட கேட்கணும். ஐஸ்வர்யா, சாரிம்மா, நீ கிளாஸில் உட்காரு. ஓ ஐஷு, போய் സീറ്റിൽ ഉட்காரு. അതെ സീനിയർ, ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് വിട്, എങ്കിലും എനിക്ക് പോയിരിക്കാൻ പറ്റത്തുള്ളൂ. சரியான திமிர் பிடிச்ச மலபார் பொண்ணு உனக்கு இருக்குடி. இவ்வளோ உதவி பண்ணி கொடுத்துருக்க, ஒரு தேங்க்யூ சொல்லலாம்ல, வச்சுக்கிறேன்டி உன்னை. ഐഷു, ഒന്ന് ഞാൻ ക്യാൻറ്റീനിൽ നിൽക്കുന്നതാണ് சொன்னேன், നീ അതുക്കുള്ള എങ്ക പോയിട്ടെ? എൻ്റെ പൊന്നാത്തു, ഒന്നും പറയണ്ട. ഈ സീനിയറിനെ ഏതാണ്ട് റൂമിലോട്ട് വലിച്ചെടുത്തോണ്ട് പോയി. പിന്നെ അവിടെ നിന്ന് വരാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. என்ன நடக்குது இங்கே? உனக்கும் அவனுக்கும் என்ன സംതിങ്? ഒരു സംതിങ് ഇല്ല. ആത്തു, നീ മിണ്ടാണ്ടിരുന്നോ? ഹലോ പ്രിൻസ്. ஹேய் சௌமியா, எங்கே இருந்த? ஏன் லேட் ஆச்சு? வா, உங்ககிட்ட நிறைய சொல்ல வேண்டியது இருக்கு. லாங் ஸ்டோரி. അതിനി ആരാണാവോ? ഗേൾ ഫ്രണ്ട് ആയിരിക്കും. ഷേ, അത് കാണില്ല, ഫ്രണ്ടാണെന്ന് തോന്നുന്നു. ஐஷு, நீ எனக்காக கிரவுண்டில் வெயிட் பண்ணு. நான் இந்த டவுட்டை கிளியர் பண்ணிவிட்டு சீக்கிரம் வந்துடுறேன். ഓക്കേടി ആത്തു, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം, നീ വേഗം വാ. പ്രിൻസ്, നിർത്തടാ, മതി. കുറേ നേരം ആയല്ലോ നീ അവിടെ കയറി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഏയ് ഇപ്പോൾ വരണ്ടി, 10 minutes കൂടാ. എടി നീ മിണ്ടാണ്ടിരിക്കടി, അവന് മാത്സ് ഉള്ളതല്ലേ, അവൻ പ്രാക്ടീസ് ചെയ്യട്ടെ. പിന്നെ മണിക്കൂർ 4 അവൻ ആ ഗ്രൗണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത്രയൊക്കെ മതി. ഏയ് ക്യാദറിനെ, നിന്റെ ആജന്മ ശത്രു സൗമ്യ ഇന്നിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓ, ഇനിയിപ്പോൾ എന്തിനുള്ള പൊല്ലാപ്പാണോ? ഡാച്ചക്ക, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ എൻ്റെ കൊച്ചിന് സ്റ്റാഫ് റൂം കാണിച്ചു കൊടുക്കാൻ പോയതാടാ. നീ വല്ലാണ്ട് കാണിക്കല്ലേട്ടാ. ആഹാ, അപ്പോൾ ആരോണിന് കേരളത്തിലെ മിക്ക സ്ഥലങ്ങളും അറിയാലോ. ഐഷു, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? എനിക്കിതൊക്കെ സിമ്പിൾ മാറ്റർ ആണ്. ദേ മലയാളമൊക്കെ വരുത്. ഇവ എതുക്കോ ആരോൺ കിட்ட பேசுகிறான்.
ஐஷு என்ன பாரு. പ്രിൻസ്, നീ ഇതെന്നതാടാ ഈ കാണിച്ചേ? ஐஷு ஐஷு എന്തായാലും പറ്റിയോ? டேய் ஆரோன், அவன் மேலே இருந்து கையெடு. டேய் மலபார் மலபார், ஏய் கண்ணை தோற. டேய் அப்து, ഒരു ബോട്ടിൽ തണ്ണിയെ കൊണ്ടുവാ. ആടാ, ഒരു മിനിറ്റ്, ഇപ്പൊ കൊണ്ടുവരാം. டேய் பிரின்ஸே, நீ தான் அவன் மேலே போலை போட்ட, இல்லை நான் இல்லை. அவன் மேலே இருந்து கையெடு. அது சொல்கிறதுக்கு நீ ஆள் இல்லை. நான் போலை போட்டது ஓ மேலே மிஸ் ஆச்சு. பரவாயில்ல, உனக்கு வச்சுக்கிறேன். എൻ്റെ പൊന്നാരോട് ദൈവത്തോർത്ത് നീ ഇവിടെ നിന്ന് പോകും. ഡാ പ്രിൻസേ, നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? அதெல்லாம் தேவையில்லை. ഐഷു, ഈ ഐഷുക്ക് എന്നാച്ച്? പ്രിൻസേ, ഇതാ വെള്ളം. லெச்சு, நீ இங்கோட்டு வா, அவன் நோக்கட்டே. ശിവ, ഐഷുക്ക് എന്നാച്ചിടാ? ஹே மலபார், ஓகே தானே? എൻ്റെ തല. ஏய் மலபார், சாரிடி, நான் தான் போலை போட்டேன். സാരമില്ല സീനിയ, അറിയണ്ടല്ലേ. இல்லை மலபார், நான் வேணும்னு போட்டேன். ஆனால் ஊ மேலே போய்டுன்னு சத்தியமாக நினைக்கல. ഡി ഐഷു, ഓക്കെ താനേ? ഹോസ്പിറ്റലിൽ പോകണമാ? എൻ്റെ പൊന്നാത്തു, എനിക്ക് ഒരു കുഴപ്പമില്ല. ഡി ഐഷു, നീ എണീക്ക് വാ, നമുക്ക് ഹോസ്റ്റലിൽ പോവാം. കുറച്ച് നേരം കിടന്നാൽ ശരിയാവും. ആ, അത് തന്നെ. ക്യാതറിനെ നീ ഇവളെയും കൂട്ടിയിട്ട് ഹോസ്റ്റലിലേക്ക് വിട്ടോ. ആ, നിങ്ങൾ രണ്ടുപേരും വിട്ടോ, ഞാൻ പോയി ലച്ചുവിനെ ഡ്രോപ്പ് ചെയ്യാം. ஐஷு, தூங்கி எழுந்ததுக்கப்புறம் என்னை கால் பண்ணு மறக்காம. ஓகே? ஓகே அத்தோ. ഇത് എല്ലാമേ എന്താ ആരോന്നാളതാ. ഡാ പ്രിൻസേ, നിക്ക്. നീ അതിനകത്തിന് അവനടിക്കാൻ പോകുന്നേ? ഡാ, നീയും പാത്തതാണ്, അവനാളതാ. ഡാ പ്രിൻസേ, നീ ഇവിടെ ഇരിക്കേ. അവൾ ആരോണിൻ്റെ കൂടെ വെറുതെ സംസാരിച്ചു വരുന്നത് ഞാനും കണ്ടതാ. അതിന് നിനക്ക് ഇത്രയും ദേഷ്യം വരേണ്ട കാര്യം എന്താ? അവളെ നീ ഇന്നല്ലേ ഫസ്റ്റ് ടൈം കാണുന്നത്. അവൾക്ക് വേണ്ടി ഇത്രയും പൊസസീവ് ആവാനുള്ള കാരണം? ഞാൻ നിന്നെ ക്യാൻറ്റീനിൽ വെച്ച് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മൂന്നുപേരും നിന്നോട് ഓരോ കാര്യം പറയുമ്പോഴും നീ അതിലൊന്നും കോൺസെൻട്രേറ്റഡ് ആയിരുന്നില്ല. യുവർ ഐസ് വാസ് ജസ്റ്റ് ഓൺ ഹർ. എന്നോടാ പ്രിൻസ്, ആർ യു ഇൻ ലവ്? ஏய் ரிஃபிக், நீ என்னடா சொல்கிற? அப்படியெல்லாம் கிடையாது. நான் லவ் அட் ஃபர்ஸ்ட் சைட்டில் எல்லாம் நம்பவே இல்லை. ஏதோ அவள் கண்ணு எனக்கு ரொம்ப பிடிச்சிருக்குடா. அது என்கிட்ட என்னமோ பேசுகிற மாதிரியே இருக்குது. அவளை நான் ஃபர்ஸ்ட் டைம் இந்த காலேஜில் வச்சு தான் பார்க்குறேன். எனக்கு முன்னாடியெல்லாம் தெரியாது. ஆனால் அந்த கண்ணை பார்த்து இருக்கணும் போல இருக்குடா. ஏதோ தெரியலை, அவள் அந்த ஆரோன்கிட்ட பேசுகிறது எனக்கு சுத்தமாக பிடிக்கவே இல்லை. ரொம்ப தான் கோவம் வந்துச்சு. அதனால தான் நான். ஹேடா பிரின்ஸே, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. നീ ഇനിയിപ്പോൾ അതിൽ ടെൻഷൻ ആവണ്ട. அவள் வெளியில் சிரிக்கிற மாதிரியே இருக்குடா. ஆனால் அவள் உள்ளுக்குள்ளே ஏதோ இருக்குது. அது அவள் கண்ணை பார்த்தா எனக்கு தெரியுது. அவள் கூட எனக்கு ரொம்ப டைம் ஸ்பெண்ட் பண்ணணும்னு இருக்குடா. அவகிட்ட நிறைய பேசணும் போல. இதுக்கு பேர் லவ் இல்லைடா, வேற ஏதோ என்னமோ இருக்குடா. സംതിങ്. നാളെ അവൾ വരുമല്ലോ, അപ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ നിൻ്റെ ഇതേ സെയിം സംതിങ് അവൾക്കും ഉണ്ടോയെന്ന്. എന്നെ നക്കല? ഷേ, அப்படியெல்லாம் இல்லைடா. டேய் கேத்ரின், മലബാർ വരല്ലേ? ഇല്ലടാ പ്രിൻസേ, അവൾക്ക് വയ്യ, അവൾ കിടക്കുക. ഞാനിന്ന് വരണ്ടെന്ന് പറഞ്ഞു. ഓ അപ്പടിയാ? ഹോസ്പിറ്റലിൽ ഏതാச்சுം പോകണമാ? ഏയ്, ടെൻഷൻ ആവാൻ വേണ്ടി മാത്രം ഒന്നുമില്ലടാ. അവൾക്ക് ചെറിയൊരു തലവേദന. ഞാൻ പറഞ്ഞു ഇന്നൂടെ റെസ്റ്റ് എടുക്കാൻ. ഡാ പ്രിൻസ്, നീ ഇത് എന്നാ നോക്കി നിൽക്കുവാടാ? വാ, ക്ലാസ്സിൽ പോവാം. ഡാ അബ്ദു, നീ ശരിക്കും ഒന്ന് നോക്കിയേ. അവൻ എന്തൊക്കെയോ മാറ്റമില്ലേ? ആ, മാറ്റമുണ്ട്. ഈ മാറ്റത്തിൻ്റെ കാരണം എന്നാന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവന് സംതിങ് ആണെന്ന്. നീ ഇതെന്ത് തേങ്ങയാടാ ഈ പറയുന്നേ? നിനക്ക് ഡൗട്ട് തീർക്കണമെന്ന് അത്ര ആഗ്രഹമാണെങ്കിൽ നീ അവനോട് തന്നെ പോയി ചോദിക്കടാ. പിന്നെ വെറുതെ പോയി അടി ചോദിച്ചു വാങ്ങിയാണെങ്കിൽ വട്ടല്ലേ, ഒന്ന് പോയേടാ. ഡാ, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ വന്നിട്ട് ഇതിപ്പോൾ ആദ്യത്തെ ദിവസമാണ് അടിയൊന്നും ഇല്ലാണ്ട് ഭയങ്കര കാമായിട്ട് കോളേജ് പോണേ. അത് ശരിയാണല്ലോ. അല്ലെങ്കിൽ ഒരു ദിവസം 4 അടി എന്നായിരുന്നല്ലോ കണക്ക്. ഇവൻ്റെ മൂടോട്ട് മാറ്റിയെടുക്കാൻ ഇനിയിപ്പോൾ എന്നാ ഒരു വഴി? ആദ്യം ഇവൻ്റെ ഉള്ളിലെ സംതിങ് ക്ലിയർ ചെയ്തേക്കാം. അതെങ്ങനെ? ഡി ഐഷു, നീ ഇതെങ്ങോട്ട് പോകാൻ റെഡിയാവുക?
കോളേജിലൊക്കെ കാത്തു. ഇന്നലെ ആത്തു ഒറ്റക്കായി എന്ന് പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ച് കൊന്നില്ല എന്നേ ഉള്ളൂ. ആ, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഇന്നും കൂടി റെസ്റ്റ് എടുക്ക്. എനിക്ക് അതിനും വേണ്ടി മാത്രം കുഴപ്പമൊന്നുമില്ല ആത്തു. ഇപ്പോൾ നീ ഇന്നുകൂടി റെസ്റ്റ് എടുക്ക്. ആത്തുവിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഡാ അബ്ദു, ഇവൻ്റെ നടപ്പും ഭാവവും കണ്ടിട്ട് ഇന്നും ആ കൊച്ചു വന്നില്ലേൽ ഇവൻ ആ ഹോസ്റ്റലിൽ ചാടി കയറുമെന്നാണ് തോന്നുന്നത്. അത് തന്നെ എനിക്ക് തോന്നുന്നത്. டேய் கேதரின் வர்றதுக்கு டைம் ஆச்சுல்லையா? ஏன் அவன் வரல? കാതറിൻ വരാൻ ടൈം ആവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നിനക്ക് അവളെയാണോ കാണേണ്ടേ അതാ മറ്റേ ആ മലയാളി കൊച്ചിനെയാണോ കാണണ്ടേ? ஏய் அப்படி இல்லைல்ல, நான் சும்மா தான் கேட்டேன். അവൻ വെറുതെ ചോദിച്ചാണെന്ന് പറഞ്ഞില്ലടാ, പിന്നെ എന്നാത്തിനാടാ നീ നോക്കുന്നേ? വേ നമ്മളൊന്നും ചോദിക്കുന്നില്ലായേ. ഡാ ഞാൻ വന്നു. എന്നാ വാ നമുക്ക് ക്ലാസ്സിൽ കയറാം. ஏய் கேதரின், இன்னும் அவ வரல. ആരാടാ ഫ്രണ്ട്സേ? എടി അവതാ அந்த മലബാർ പൊണ്ണ്. നീ ആരുടെ കാര്യമാടാ ഈ പറയുന്നേ? ஏய் கேதரின், சும்மா நடிக்காத. நான் ஐஷுவை பற்றி தான் கேட்குறேன். അവൾ ഹോസ്റ്റലിലാടാ. ഞാൻ നിന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ஏன் எதுக்கு? அவக்கு உடம்பு சரியில்லையா? அவ காலேஜ் வந்து 2 நாள் ஆச்சு. എടാ അവൾക്ക് വയ്യാഞ്ഞിട്ടല്ലേ. അവൾ റെസ്റ്റ് എടുക്കട്ടെ. நீ என்னத்த சொன்னாலும் இன்னைக்கு எனக்கு அவளை பார்த்து தான் ஆகணும். நான் ஹாஸ்டலுக்கு போகிறேன். എടാ ഫ്രണ്ട്സ്, അത് ഗേൾസ് ഹോസ്റ്റലാ. നിനക്ക് തോന്നുമ്പോൾ അങ്ങനെ കയറി പോകാനൊന്നും പറ്റത്തില്ല. யார் கேர்ள்ஸ் ஹாஸ்டலுக்குள்ளே போகிறா? நீயே போய் கூட்டிகிட்டு வந்துடு. ഞാനോ? എന്നാത്തിന്? நான் சொல்கிறது நீ கேட்குறியா இல்லை நான் உள்ளே போட்டா? டா அவளுத்த பிளான் அவக்கு தானே வேணே ஆயிடா. அக்கா ஐஷோ ஏன் நீ வர வேணான்னு சொன்ன? திருப்தியாയി. எல்லாம் கொண்டு சுபம். ஓ அப்போ நீ தான் அவள் வர வேணான்னு சொன்னியா? അവൾ റെസ്റ്റ് എടുക്കട്ടേന്ന് വെച്ചിട്ടാടാ. அவளை போய் கூட்டிட்டு வா. എടാ ഫ്രണ്ട്സേ, നാളെ അവൾ കോളേജിൽ വരുമ്പോൾ നിനക്ക് കണ്ടാൽ പോരെ? முடியாது. நான் 10 வரை கவுண்ட் பண்ணுவேன். அதுக்குள்ளே நீ அவளை கூட்டிட்டு இங்கே வரணும். புரிஞ்சுதா? എടിക്ക് അതറിനെ വേഗം പോയി ആ കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് വാടി. ഇത്രയും നാൾ കാലും കൈയും ഒടിക്കലും തലയടിച്ച് പൊട്ടിക്കലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹോസ്റ്റലിൽ കയറി പെങ്കൊച്ചിനെ ഇറക്കി എന്നുള്ള നാറ്റ കേസ് വരുത്താതെ ഒന്ന് പോയി വിളിച്ചിട്ട് വാടി. ആമാക്ക സീക്രം പോയി കൂട്ടിയിട്ട് വാ. നിനക്ക് തരാട്ടാ, നീയാണ് കാരണം. നിങ്ങളെല്ലാവരും എന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ? എൻ്റെ പൊന്നൈഷു, നീ എൻ്റെ ജീവൻ കാത്തു. അല്ല, നിൻ്റെ അടുത്ത് റൂമിലിരിക്കാനല്ലേ പറഞ്ഞത്? നീ എന്നാത്തിൻ്റെ വെളിയിൽ കറങ്ങി കിടക്കുന്നേ? അത് കാത്തു, എനിക്ക് റൂമിലിരുന്ന് ബോറടിച്ചു. ഹോസ്റ്റലാണെങ്കിൽ ആരുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുറത്തോട്ട് ഇറങ്ങാമെന്ന്. എൻ്റെ പൊന്നോ, അത് വളരെ നല്ലൊരു തീരുമാനമായി. അപ്പോൾ ഇനി എന്താ പ്ലാൻ? ഇന്ന് കോളേജിൽ കയറുന്നില്ലല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോയാലോ? ഞാനാണെങ്കിൽ ഇവിടെ ഒന്നും ചുറ്റി കണ്ടിട്ടില്ല. അപ്പോൾ അതും നടക്കുമല്ലോ. അയ്യ, എന്നാ ഒരാഗ്രഹമാണേ. എന്നെ മര്യാദയ്ക്ക് കൊണ്ടുവെക്കോ, ഇല്ലെങ്കിൽ ഞാൻ ആത്തൂൻ്റെ പപ്പേനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും നിങ്ങൾ അവളെ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചിറക്കി കൊണ്ടുവന്നെന്ന്. എൻ്റെ പൊന്നോ, ഇവള് പ്രിൻസിൻ്റെ അപ്പുറമാണല്ലോടേ. എൻ്റെ പൊന്നു മോളെ ലച്ചു, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ഫ്രണ്ട് ആക്കാൻ? നീ പോ ബേബി, ഐശോ എதையும் சொல்லக்கூடாது. നമ്മൾ എല്ലാവരും ഇന്ന് ട്രിപ്പ് പോലാം. അല്ല, ഇവിടെ ഒരുത്തും കോളേജിൽ കിടന്ന ഒരാളെ കാണണമെന്ന് പറഞ്ഞ് കയറ് പൊട്ടിക്കലായിരുന്നല്ലോ. ഇപ്പം എന്നാ ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ നിൽക്കുന്നേ? അപ്പടിയില്ല, എതും ഇല്ല. വാ പോലാം. ആ, അതെന്തേലും ആവട്ടെ. അപ്പം മലബാർ കൊച്ച് അല്ല ഐഷു പ്രിൻസിൻ്റെ ബൈക്കിൽ കയറിക്കോ. സീനിയ, ശരിക്കും നിങ്ങൾ ഈ 2 ദിവസം എന്നെ മിസ് ചെയ്തോ? ഉനക്കിപ്പോൾ എപ്പടി ഇருக்கு? ഓക്കെ താനേ? ഓക്കെ ആണ്. പക്ഷെ ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരം ഇതല്ല കേട്ടോ. யாரு? நான் மிஸ் பண்ணனா? கிடையவே கிடையாது. மிஸ் பண்ணுறதுக்கு நான் உன் கூட பழகி ஒரு நாள் கூட ஆகலையே. ஏதோ என்னால் தான் உனக்கு இப்படியெல்லாம் ஆச்சு இல்லையா, அதனால. ഓ അങ്ങനെ. அதெல்லாம் இருக்கட்டும் மலபார், நீ எதுக்காக அந்த ஆரோன் கூட பேசுன? അത് ഒരു തമിഴ് പയ്യൻ നല്ല സൂപ്പറായിട്ട് മലയാളം പറയുന്നത് കേട്ട് അയാളോട് സംസാരിച്ചതാ. இனிமே பேச வேணாம், எனக்கு அவனை சுத்தமாக பிடிக்காது. അതിന് സീനിയർ ഇഷ്ടമല്ലാന്ന് വെച്ച് ഞാൻ എന്നത്തിനാ സംസാരിക്കാതിരിക്കുന്നേ? அவளை நல்ல பையெல்லாம் கிடையாது, அதனால தான் சொன்னேன். അതിന് എന്നത്തെ സീനിയർ ഇത്ര സ്പീഡ് കൂട്ടുന്നു? മനുഷ്യൻ പറന്നു പോകുമല്ലോ എങ്ങനെയാണേലും. போனால் போட்டும், அந்த ஆரோனே வந்து எடுக்க ஒன்று. എൻ്റെ സീനിയറെ, നിങ്ങൾക്ക് നല്ലോണം ജലസ് അടിക്കുന്നുണ്ടല്ലേ? ജലസും ഇല്ല, യഥവും ഇല്ല. ഇവൻ്റെ മോന്തയ്ക്ക് ഇത് എന്നാ പറ്റിയടേ, കടന്തൽ കുത്തിയതുപോലെ. ഏയ് അതെല്ലാം അതുമില്ല. ശിവ എങ്ക? അവൻ വരലയാ? നീ വാ, അവർ ട്രാഫിക്കിൽ പെട്ട് കാണും. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയമാകുമ്പോൾ അവരിങ്ങെത്തും. എടി എന്നാ പറ്റിയടി? അവൻ്റെ മുഖം കടന്തൽ കുത്തിയ പോലെ. അങ്ങേർക്ക് ജലസും ഒടുക്കത്തെ ചാടി. ഞാൻ മിസ് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ഇല്ല പോലും. എന്നോട് ഇങ്ങോട്ട് വന്ന് മിസ് ചെയ്തു എന്ന് പറയുന്ന വരെ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടത്തില്ല.
അല്ല, നീ അവനെ പരിചയപ്പെട്ടിട്ട് ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ, പിന്നെ എന്നാത്തിന് അവൻ നിന്നെ മിസ് ചെയ്തു എന്ന് പറയണം? അതൊരു ദിവസം ആയിട്ടുള്ളെങ്കിൽ പറയാമല്ലോ. ഉവ്വ, എവിടെയൊക്കെയോ എന്തൊക്കെയോ സംതിങ് മണക്കുന്നുണ്ട്. நீங்கள் இன்னும் உள்ள போல, வா ஃபுட் ஆர்டர் பண்ணி சாப்பிடலாம். ஏனடி மலபார், என்னாச்சு? ஏன் மூஞ்சி தூக்கி வச்சுட்டு இருக்கிற? ஏன்டி எதுவும் பேசவே மாட்டேங்கிற? അതെനിക്കൊന്നും സംസാരിക്കാനില്ലാത്തതുകൊണ്ട്. ஓ அப்படியா? உனக்கு ஒன்றும் பேச வராது இல்லையா? சரி, பார்த்துக்கிறேன். ஏய் மலபார், உங்ககிட்ட எனக்கு பேசணும்டி. ஏய் மலபார், இன்றைக்கி உன் கூட டைம் ஸ்பெண்ட் பண்ண முடியும்னு நான் நினச்சி கூட பார்க்கல. இந்த 2 நாள் எனக்கு தெரியாது, உன்னை பார்த்ததுலேருந்து பைத்தியம் பிடிச்ச மாதிரி இருக்குது. உன்னுடைய அந்த கண்ணு என்கிட்ட எதையோ பேசுகிற மாதிரியே இருக்குது. எனக்கு தெரியாது அது எந்த ஃபீலுன்னு. ஆனால் ஒன்று தெரியும், ഉനക്കും എനിക്കും. ഡാ, നിങ്ങളെന്താ ഇവിടെ നിർത്തിയേ? ഏയ് എതയില്ലടാ, സുമ്മാ. ആ, ഞാൻ കരുതി വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കാണു. നീ നേരെ ബീച്ചിലേക്ക് വാ. ആ சரிடா. போலாமா? போலாமே. ஏப்பா கடவுளே, உன் வாயிலேருந்து தமிழெல்லாம் வருமா? നീ കൂടെയുള്ള ഓരോരോ സെക്കൻഡും ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. ஏய் மலபார், நமக்குள்ள ஏதோ இருக்குடி. உனக்கும் எனக்கும் உள்ள സംതിങ്. എന്തോ ഒരു സാധനം മിസ്സായ പോലെ ഇല്ലേ? ഐഷു, ഐസ്ക്രീം താനേ. അപ്പോൾ ചേട്ടന്മാർ വേഗം പോയി ഐസ്ക്രീം മേടിച്ചിട്ട് വായോ, നമുക്ക് കഴിക്കാം. അപ്പോൾ നേരത്തെ തട്ടിവിട്ട ഗുലാബ് ജാമുനോ? ഇതൊക്കെ എങ്ങോട്ട് പോന്ന്? മോനെ കുട്ടാ, കൂടുതൽ ഡയലോഗ് വേണ്ട, വേഗം പോയി മേടിച്ചിട്ട് വാ. എടി, ഞാൻ സീനിയർ ആടി, ബഹുമാനിക്ക്. ബഹുമാനം തരാൻ തോന്നണ്ടേ? അതുമല്ല, ഇത് കോളേജ് അല്ലല്ലോ, സോ പോയി മേടിച്ചിട്ട് വാ കുട്ടാ. നീ ഇരുന്ന് ചിരിക്കേട്ടാ, അടുത്ത നിന്നെ ആയിരിക്കും അവള് വേറെ വല്ല വിളിക്കാൻ പോണം. അവൻ അപ്പടിയെല്ലാം കൂപ്പിട മാട്ടാ. ഇല്ല മലബാർ. ഫ്രണ്ട്സേ, നീ ഒരു പാട്ടുകൂടി പാട്, അതും കൂടി ആകുമ്പോൾ മൊത്തത്തിൽ കളറാകും. സീനിയർ അതിൻ്റെ പാട്ട് പാടുമോ? പിന്നെ ഇവൻ ആരാന്നാ മോള് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ കോളേജ് റോമിയോ ആണ്. എത്ര നാളായിട്ട് പറയുവാടാ വല്ല ചുള്ളത്തി പെങ്കൊച്ചുങ്ങളെ കളയ്ക്കാൻ. നീ നൈസായിട്ട് ആ സൗമ്യനെ അങ്ങ് സെറ്റാക്കടാ. കുറേ നാളായില്ലേ നിന്റെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്. യോസിக்கலாம், ടൈം എടുത്തില്ല. ഫ്രണ്ട്സ്, നീ പാടാൻ നോക്ക്. இதயமொரு கண்ணாடி உனது பிம்பம் விழுந்ததடி இதுதானும் சொந்தம் இதயம் சொல்லதடி கண்ணாடி பிம்பம் கட்ட கயரொன்றுமில்லையடி கண்ணாடி ஊஞ்சல் பிம்பமாடுதடி நீ ஒன்று சொல்லடி பெண்ணே இல்லை நின்று கொல்லடி கண்ணே எந்தன் வாழ்க்கையே உந்தன் விழி விளம்பிலனை துரைதாதே உயிர் கரையேறாதே இல்ல சொல்ல ஒரு கணம் போதும் இல்லை என்று சொல்ல தாங்குவதென்றால் இன்னும் எனக்கு ஒரு ஜென்மம் வேண்டும் என்ன சொல்ல போகிறாய் അപ്പോൾ എങ്ങനെ ഇതുങ്ങളൊക്കെ ഇനി ഹോസ്റ്റലിൽ കൊണ്ടാക്കണ്ടേ സമയത്തിന്? നിങ്ങൾ വിട്ടോ, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഡേ ശിവ, ரொம்ப நேரம்லாம் இருக்க வேணாம், கொஞ்சம் കഴിഞ്ഞதுக்கப்புறம் നീയും കളമ്പ്. ആടാ, കുറച്ച് കഴിഞ്ഞിടന്ന് ഇറങ്ങും. എന്നാൽ നമുക്ക് വിട്ടാലോ? ആത്തു, വീട്ടിലെത്തിയിട്ട് വിളിക്കണേ. എന്നാൽ ഞാൻ പോവാ, ബൈ. ஏய் மலபார், கட்டிப்பொடிடி. இங்கே வரும்போது நீ என்ன டைட்டாக ஹக் பண்ணியிருந்தியே, ஏன் இப்போ பண்ணலையா? അയ്യേ, ഇയാൾക്ക് നാണയില്ലടോ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാൻ. நான் எதுக்கு கூச்சப்படணும்? உன்கிட்ட தானே சொல்கிறேன். പോയാ സേമിയയുടെ അടുത്ത് തന്നെ പറ ഇങ്ങോട്ട്. ஓஹோஹோ, அப்போ அதான் மேட்ரு. அவள் சேமியா இல்லை, சௌமியா. സൗമ്യാണ് സൗമ്യ. அப்போ மலபாருக்கும் ஜலஸ் வரும் இல்லையா? அடியே மலபார், கட்டி பிடிச்சி ஒரு குட் நைட்டா இல்லை ஒரு பாய் கூட சொல்லலாம்ல? அந்த சேமியா கொடுப்பா உனக்கு கட்டி பிடிச்சி குட் நைட்டு.
എടാ എടാ മതിയടാ അവളെ നോക്കിയത്. അടച്ചി ഉള്ള പൊടി. അവ ഇപ്പോൾ ബാൽക്കണിയിൽ വരുവാ, നീ പാര്. ഓഹോ, അത്രയ്ക്ക് കെമിസ്ട്രി ആണോ? എങ്കിൽ ഒന്ന് നോക്കട്ടെ. കാതറിനെ കണ്ടുപഠിക്കടി, നിന്നെ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായില്ലേ? പിന്നെ എനിക്ക് വട്ടല്ലേ ടാറ്റ ബൈ 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 പറഞ്ഞിട്ട് ഇനിയിപ്പോൾ വീണ്ടും അതിൻ്റെ മേലെ കയറി പോയി നോക്കാൻ. ഒന്ന് പോയട ചെക്ക. ഇതുങ്ങളുടെ 2 പേരുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. പക്ഷെ ഇതെന്താണെന്ന് ഇവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. കണ്ടു നിൽക്കണം ഞങ്ങൾക്ക് മനസ്സിലാവില്ല, പിന്നെയാണ് അവർക്ക്. சுத்தி முத்தி பாரு நான் தாண்டா கிங்கு, அட்டி வந்து பாரு நான் தாண்டா கிங்கு. முட்டி மோதி நின்னுட்டா இவன் தட்டி தட்டி தூக்கி உதுவானே சங்கு. சுத்தி முத்தி பாரு நான் தாண்டா கிங்கு, அட்டி வந்து பாரு நான் தாண்டா கிங்கு. தப்பு ஏதோ செஞ்சுட்டா மாட்டிக்குவ பங்கு, உதுவானே சங்கு. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ സീനിയർ. ஏய் மலபார், என்னுடைய எல்லா மேட்ச்லேயும் நீ இந்த மாதிரி சேர் பண்ணுவியா? പിന്നെ ചെയ്യാണ്ടിരിക്കോ? എൻ്റെ സീനിയർ കപ്പടിക്കുന്നത് എനിക്ക് കാണണ്ടേ? ஹேய், என்னை விட கான்ஃபிடன்ஸ் உனக்குதா போல. അതെല്ലോ, എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് കൂടുതലാണ്. കാരണം കളിക്കുന്നത് എൻ്റെ സീനിയർ ആണല്ലോ. ஏய் மலபார், சொல்ல மறந்துட்டேன், നൈറ്റ് റെഡിയാ, ഹോസ്റ്റലിലേക്ക് വെളിയിലില്ല. അതൊന്നും പറ്റത്തില്ല, എനിക്ക് പേടിയാ. നിങ്ങൾ പോയേ. ஐஷோ, நீ கண்டிப்பாக வரணும். நான் நைட்டு ஷார்ப் 12 o'clock அங்கே இருப்பேன், நீ வரணும். டா பிரின்ஸே, இங்கோடேக்கு வா. தோ வரேன்டா. ஐஷு மறக்காத 12 o'clock. ഡി ഐഷു, നീ എങ്ങോട്ടായി രാത്രി? അത് സീനിയർ വെളിയിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ചെന്നില്ലേ, അയാൾ രാവിലെ വരെ അവിടെ നിൽക്കും. പൊക്കോ, രണ്ടും കുറച്ചായി ചുറ്റിക്കളി തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് തുറന്ന് പറയടേ. ഏയ് അങ്ങനെയൊന്നുമില്ല കാത്തു, ചുമ്മാ. നീ ചെല്ല്, ഇനി ലേറ്റായെന്ന് പറഞ്ഞ് അടുത്ത് അവൻ കിടന്ന് അതിന് ദേഷ്യപ്പെടും. കാത്തു, ഇന്ന് സമാധാനത്തോടെ ഫോൺ വിളിച്ചോ, ഒളിഞ്ഞേക്കാൻ ഞാൻ വരത്തില്ല. ഈ കുരുത്തം കെട്ടവളെ കൊണ്ട് എനിക്ക് വയ്യ. ஐஷு சீக்கிரம் வாடி, உங்ககிட்ட நான் 12 o'clockனு தானே சொன்னேன். അതെ, സീനിയർ ആണെന്ന് ഞാൻ നോക്കത്തില്ല, വായി വരുന്ന വിളിച്ച് പറയും. ഇത് ഹോസ്റ്റലല്ലേ, ഇറങ്ങി വരാൻ ടൈം എടുക്കും. வர வர உனக்கு மரியாதை குறையுது ஐஷு. ഞാനങ്ങനെ ചെയ്യോ സീനിയർ? വണ്ടി എടുക്ക്, പോവാ. സീനിയർ, நான் தப்பு பண்ணிட்டேன் சீனியர், தப்பு பண்ணிட்டேன். அடியே ஐஷு அழாதடி, எல்லாரும் பார்க்குறாங்க. സീനിയർ, നിങ്ങളെല്ലാം വഴക്ക് പറയുന്നു. இப்போ என்னதாண்டி உன் பிரச்சனை? സീനിയർ, ഹാസ് വെജിറ്റേറിയൻ. ഞാനിപ്പോൾ ചിക്കനല്ലേ കഴിച്ചേ. ஆமாம், அது நான் உனக்கு சாப்பிட்றதுக்கு முன்னாடியே சொன்னேனா இல்லையா? എന്നാലും സീനിയറിന് എന്നെ തടയായിരുന്നു. அடியே மலபார், இன்னும் ஒரு வாட்டி கூட அப்படி சொன்ன உன் வாயை உடைச்சிடுவேன். உங்ககிட்ட நான் எவ்வளோ தடவை அடி சொன்னேன். സീനിയർ, எனக்கு ஒரு பாட்டில் கூட வேணும். உனக்கு இனி ஒரு போட்டிலுமே கிடையாது. வா, இப்போவே நீ ஓவர் தான். சீனியர் ப்ளீஸ் சீனியர், சின்ன பாப்பெல்லாம் ஒரு பாட்டில் கூட வாங்கி தரலாம். இந்த பொண்ணை வச்சு நான் என்ன பண்ணுவேனோ தெரியாது. சீனியரோட பர்த்டேண்ணா செப்டம்பர் 1. எதுக்கு? அப்போ சீனியரோட லக்கி நம்பர் 1 அல்ல? கரெக்ட். எப்படி கண்டுபிடிச்ச? அதெல்லாம் எனக்கு தெரியும். உனக்கு ஒரு விஷயம் தெரியுமா சீனியர்? நம்மளுக்குள்ள ஏன் இவ்வளோ கெமிஸ்ட்ரி ஒர்க் ஆச்சு? ஏன்னா உன்னுடைய லக்கி நம்பர் 1, என்னுடைய லக்கி நம்பர் 2. நீ சூரியனும் நான் சந்திரனும்.
அதனால தான் நம்மளுக்குள்ள இவ்வளோ கெமிஸ்ட்ரி ஒர்க் ஆகுது. அப்போது மலபாருக்கு நியூமராலஜி எல்லாம் தெரியும் இல்லையா? நம்ம கெமிஸ்ட்ரி மட்டும் ஒர்க் பண்ண போதுமா? கொஞ்சம் பயாலஜி வேணா? ஏய் மலபார், உன்னுடைய இந்த லிப்ஸ் இருக்குல்ல, எவ்வளோ சிவப்பா அழகா என்னை வசியம் பண்ணுறதுக்காகவே இன்னும் சிவப்பாக இருக்க. ஏய் ஏய் சீனியர், என்ன என்ன பண்ணுற? ஏய் மலபார், நான் கூட ஜோல்ஸ் எல்லாம் பண்ண வேண்டி உன்னுடைய இந்த அழகான உதட பார்த்து என்னட்டா பேர் லிப்பாலஜி, ஜப்பான் ஸ்டைல். இப்போ நான் உன்னை பற்றி சொல்கிறேன் கேளு. நீ வந்தது கேரளாவிலேருந்து, ஆனால் வாழ போகிறது தமிழ்நாட்டில். இங்கே ஒரு அழகான தமிழ் பையன் உன் தூக்கத்தை கெடுத்துட்டா, கரெக்டா? അങ്ങനെയൊന്നും ഇല്ലല്ലോ. നീ പോയി சொல்ற മലബാർ. ഇതൊന്നും അത്ര ശരിയല്ല സീനിയർ. சரி வா, உன்னை ஹாஸ்டல்லையே ட்ராப் பண்ணிடுறேன். சீனியர், எனக்கு பைக்கில் போக ரொம்ப பிடிக்கும். நம்ம எங்கேயாச்சும் தூரமாக போகலாமா? என் மலபார் என்கிட்ட ஃபர்ஸ்ட் டைம் தமிழில் கேட்டிருக்கேன், எப்படி செய்யாமல் വിട முடியும்? വാ പോലാം. സത്യത്തിൽ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്നാത്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്നായാലും ഒരു ദിവസം കോളേജ് ലൈഫിനൊരു എൻഡിങ് വരത്തില്ലേ? നിങ്ങളുടെ കോഴ്സിന് എത്ര വർഷമാണ്? കൂടിപ്പോയാൽ 2 വർഷം. അതും ഇതേപോലെ പെട്ടെന്ന് തന്നെ പോകും. ஆமாம், அதுதான் நான் இவங்க கிட்ட மாறி மாறி சொல்லிக்கிட்டே இருக்கேன். ஆனால் எங்கே புரிய போகிறதே இல்லை. നിങ്ങളില്ലാണ്ട് ഒരു രസവും കാണത്തില്ല, അതാ ഒരു വിഷമം. ഞങ്ങളില്ലാത്തതുകൊണ്ടാണോ അതോ മോളുടെ സീനിയർ ഇല്ലാത്തതുകൊണ്ടാണോ? ദേ മനുഷ്യ, നിങ്ങൾക്ക് ഞാൻ തരാടോ കിളവാ. എൻ്റെ അമ്മച്ചിയെ എന്നെ രക്ഷിക്കണേ. ഡേയ്, എന്നാ നോക്കിക്കൊണ്ട് നിൽക്കുവാടേ, ഈ കുട്ടിച്ചാത്തൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്ക്. നീയായിട്ട് ചോദിച്ചു മേടിച്ചല്ലേ, വാങ്ങിക്കോ. കുട്ടിച്ചാത്ത നിങ്ങളെ മറ്റോളും. அடியே ஐஷு, அந்த குட்டி சாத்தா நான் தானே, அப்போ உனக்கு இருக்குடி. ஸோ ஈவினிங் என்ன பிளான் எல்லாருக்கும்? അണ്ണാ, നാം ഇന്നേക്ക് ബസ്സിൽ എங்கேயாச்சுം പോലാമാ? ആ, അത് ശരിക്കും പൊളിക്കും. നമുക്ക് ബസ്സിൽ എവിടെയെങ്കിലും പോയാലോ? ബസ്സിലോ? അതൊന്നും വേണ്ട. என்ன பேபி ப்ளீஸ், நம்ம பஸ்ஸில் எங்கேயாச்சும் போயிட்டு வரலாமே. டா பாவம்டா, தங்கச்சி ஆசைப்படுறாள, நம்ம போயிட்டு வரலாம். நிஜமா? தேங்க்யூ அண்ணா, தேங்க்யூ ஸோ மச். അപ്പം എങ്ങനെ, ബസ് പിടിക്കുമല്ലേ? ഓ, ഈ ബസ്സിനകത്ത് എന്തൊരാളാ, മനുഷ്യന് നിൽക്കാൻ കൂടി സ്ഥലമില്ല. ഡേ ആത്തു, നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ ഫ്രണ്ടിലോട്ട് നിൽക്കാം. ഇവിടെ ഒട്ടും സ്ഥലമില്ല നിൽക്കാൻ. എന്നാച്ചാ ഐഷു, ഏതാச்சும் പ്രശ്നയാ? നീ ഉட்காரியா? ഇല്ലല്ല, നിങ്ങൾ സംസാരിക്കും, ഞാൻ ഫ്രണ്ടിലോട്ട് നിൽക്കാം. എന്താടി അവളുടെ മുഖം മാറിയിരിക്കുന്നത്? ഏതോ തെരിയല ബേബി, ഫ്രണ്ട്സ് അണ്ണാ എങ്ക? ദാ ഐഷു എന്താ ഫ്രണ്ടിലോട്ട് പോയേ? ആ, അവൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാന്ന് ഇവിടെ. എടാ, നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം. ഒന്നാമത് ഈ ബസ്സിനകത്ത് മുടിഞ്ഞ തിരക്കും കൂടി. ആ, പിന്നെ അവൾ ഫ്രണ്ടിലോട്ടല്ലേ പോയേ, അവിടെ ഫ്രണ്ട്സ് നിൽപ്പുണ്ട്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. റാസ്കൽ, നീ കുറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഇനി എൻ്റെ മേത്ത് നീ തൊട്ടാ നീ വാങ്ങും. ഏയ് മലബാർ, എന്നടി അച്ച്? டேய் தொடுறா, உனக்கு தைரியம் இருந்தால் தொடுறா. என்னடா முறைக்கிற? സീനിയർ പ്ലീസ്, സീനിയർ പ്ലീസ്, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. സീനിയർ മതി, നിർത്ത്, അയാളെ വിട്. ഡാ, അത് അവരുടെ സൗണ്ടല്ലേ, നീ വന്നേ. உனக்கு இவ்வளோ கோவம் வர்றதுக்கு அவள் உன்னுடைய கேர்ள் ஃப்ரெண்டா? இல்லைல்ல, ஃப்ரெண்டு தானே. அது எல்லாம் உன்கிட்ட சொல்லணும்னு எந்த அவசியமும் கிடையாது. அப்போ நீயும் என்ன மாதிரி தானே அவளையும் யூஸ் பண்ணுற. ஏய், நீ என்ன சொன்ன? டேய் மவனே, ஐஷோ பற்றி என்னடா சொன்ன? டா ஃப்ரெண்ட்ஸை மதியடா, நிறுத்து, இல்லை இது கேஸாகும், நீ விட்டே. காலேஜ் பசங்கனால சும்மா விடுறேன், ஆனால் இந்த மாதிரி ஒரு சான்ஸ் எப்பவும் கிடைக்கும்னு நினைக்காத, புரிஞ்சுதா?
இனி ஒரு வாட்டி கூட உங்கள் மேலே ஏதாச்சும் கேஸ் வந்தது தெரியும்ல, தூக்கி உள்ளே வச்சிடுவேன். பார்த்து நடத்திக்கோ, இல்லைன்னா வாழ்க்கை பூரா கோதம்பு சாப்பிட வேண்டியதாக இருக்கும். உன்னுடைய பாக்கி ஃப்ரெண்ட்ஸ் எல்லாருமே உன் மேலே கேஸை போட்டுட்டான்னு நினச்சி அட்வொகேட்டை தேட போயிட்டாங்க. ஆனால் உன் மேலே நான் எந்த கேஸுமே போடலை. ஆனால் உன்னை இப்போ ரிலீஸ் பண்ணுறதுக்கு மெயின் ரீசன் ஒன்று தான். ஏம்மா ஐஸ்வர்யா, இங்கே வா. நீ எந்த தப்புமே பண்ண மாட்டா, உன் மேலே எந்த கேஸுமே போடாதுன்னு என் காலில் கூட வீர ரெடியாக இருக்க இந்த பொண்ணு உனக்காக வந்ததுலேருந்து என்கிட்ட அழற, என்கிட்ட கெஞ்சுறா. இதெல்லாம் தேவையா? நீ ஒருத்தனால தான் இந்த பொண்ணு இந்த நிலைமையில வந்து நிற்கிறா. ஐஸ்வர்யா, உனக்கு உன்னுடைய சீனியரை கூட்டிட்டு போகலாம் இங்கேருந்து. சார் தேங்க்யூ ஸோ மச் சார். இந்த உதவி எனக்குமே மறக்காது. இனிமே இவரை எந்த பிரச்சனையும் பண்ணாது சார், இது ப்ராமிஸ். சரிம்மா, நீ இவனையும் கூட்டிட்டு போயிடு. ஏண்டி ஐஷு எதையும் பேசவே மாட்டேங்கிற? இல்லை நான் எதையாச்சும் பேசிக்கிட்டே இருப்பேனே. அடிக்காதடி ஐஷு, வலிக்குது. നിനക്ക് എന്തിനുള്ള സീനിയർ ഇത്ര ദേഷ്യം? ഒരു പക്ഷെ നീ അടിച്ച ആൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? பண்ணுறதுக்கு என்ன இருக்கு? அந்த போலீஸ்கார் சொன்ன மாதிரி வாழ்க்கை பூரா கோதம்பு சாப்பிட வேண்டியதுதான். ஏய் ஐஷு, அடிக்காதடி, சும்மா சொன்னேன். ഇതൊക്കെയാണോ ചുമ്മാ പറയുന്നത്? എന്നെ വിട്ടേ. ஆனால் ஐஷு, ஒரு விஷயம் சொல்லட்டா? நீ கூட இருந்தால் எல்லாம் கண்ட்ரோலில் இருக்கும். அப்புறம் ஏன் ஐஷு அம்மா கோவப்படுறத கூட பார்க்க நல்லா இருக்கே. அடியே ஐஷு, சும்மா சொன்னேன், அந்த கண்ணை வச்சு முறைக்காத. எடி ஐஷு, சாரிடி. இனி தேவையில்லாமல் நான் யாருக்கிட்டையும் கோவப்பட மாட்டேன்டி, சண்டை போட மாட்டேன், பேசு ஏதாச்சும். அடியே ஐஷு, அப்படி பார்க்காதடி. ஏம்மா ஐஷு, உன் காலில் கூட விழுறேன்டி, ஏதாச்சும் பேசுடி. പിടിക്ക്. என்னது பிடிக்கணும்? എൻ്റെ കാല് പിടിക്ക്. നിങ്ങളായിട്ടല്ലേ ഇങ്ങോട്ട് പറഞ്ഞേ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം സംസാരിക്കണോ വേണ്ടയോ എന്ന്. ஓ, இந்த சீனியர்னா ஜூனியர் உன்னுடைய காலை பிடிக்கணுமா? ஓகேடி, ஓகே. எம்மாடி தாயே, சாரிடி, சாரி. இனிமேலாச்சும் பேசுடி மலபார், தெரியாமல் பண்ணிட்டேன்டி. സീനിയർ, ഇനി இப்படியெல்லாம் பண்ணக்கூடாது, ஓகே? பண்ண மாட்டான்டி மலபார், கொஞ்சம் கூட டைட்டாக ஹக் பண்ணலாமா? അയ്യേ, മാറി നിൽക്കണോ സീനിയർ? ഡേ സീനിയർ, എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. ഇനി അനാവശ്യമായിട്ട് ആരുടെ കൂടെ അടി ഉണ്ടാക്കാൻ പാടില്ല, ആരെയും തല്ലാനും പാടില്ല, ഓക്കെ? இதெல்லாம் தேவையா? சரி சரி, முறைக்காத, பண்ணுற. இனிமே யார் கூடயும் தேவையில்லாமல் சண்டை போட மாட்டேன், இது என் ஐஷு மேலே சத்தியம். അത് കലക്കിയടി മോളെ ഐഷു, വളരെ നല്ല തീരുമാനം. ഓ, நீங்கள் எல்லாம் எப்போ வந்த? நீ அவളുടെ കാലി കിടന്ന് നമസ്കരിക്കുന്നത് മുതലേ നമ്മൾ കണ്ടായിരുന്നു. പാത്തിയാ, யார்கிட்டையும் சொல்லாத. ഹേ, ആരോട് പറയാൻ, എല്ലാവരും കണ്ടു, അത്രേ ഉള്ളൂ. എൻ്റെ കാലിലല്ലേ വേണേ, അതിനെന്തിനാ ഇത്ര കുറച്ചിൽ? ആദ്യമായിട്ടാ ഒരാൾ സ്വയമേ ഇങ്ങനെ ബിൽഡപ്പ് ഇടുന്ന് കാണുന്നേ. ഒന്ന് പോയടി കുട്ടിച്ചത്താനെ. ഹേ, ഇതാണ് എൻ്റെ കോളേജിലെ ലാസ്റ്റ് മാച്ചും ലാസ്റ്റ് ഡേയും. ശരിയാടാ, 4 വർഷം എത്ര പെട്ടെന്നല്ലേ പോയേ. ഈ മാച്ച് കൂടി കഴിഞ്ഞാൽ പ്രിൻസ് നേരെ ഹൈദരാബാദിലേക്ക്, ഞാൻ തിരിച്ച് നാട്ടിലേക്ക്. എനിക്ക് ശിവയ്ക്കും പിന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ഒരു ജോലി സെറ്റായി. സത്യത്തിൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല ഈ 4 വർഷം കടന്നുപോയെന്ന്. ശരിക്കും ഐഷു വന്നതിന് ശേഷം ഒരുപാട് മാറിയല്ലേ നമ്മൾ? ഒരുപാടല്ല, മൊത്തത്തിൽ മാറി. ഡെയിലി അടിയിട്ടുകൊണ്ടിരുന്ന നിങ്ങളാ ഇപ്പോൾ അടി എന്താണെന്ന് കൂടി അറിയാത്ത അവസ്ഥയായി. മൊത്തത്തിൽ കളിയും ചിരിയും എല്ലാം കൂടിയായി ശരിക്കും കളറായല്ലേ നമ്മുടെ കോളേജ് ലൈഫ്. പ്രിൻസേ, നീ അവളോട് പറയടാ. ஆனால் அவன் எந்த ரிப்ளை கொடுப்பான்னு எனக்கு தெரியலடா. ஒருவேளை அவள் இதனால் என் ஃப்ரெண்ட்ஷிப்பை கட் பண்ணிட்டா എന്നാൽ അത് താങ്ങിക്ക മുടിയാതെ. ഡാ പ്രിൻസേ, ആ കാര്യത്തിൽ നിനക്ക് ഞാൻ ഉറപ്പ് തരാം, അവൾ ഒരിക്കലും നിന്നെ റിജക്റ്റ് ചെയ്യില്ല. നീ വിഷമിക്കുന്നത് കാണാൻ അവൾ ഒരിക്കലും ആഗ്രഹിക്കില്ലടാ. അതുമല്ല, നീ ഈ പറയുന്ന സെയിം സംതിങ് അവൾക്കും ഉണ്ടെന്നാ തോന്നുന്നേ. என்ன வந்தாலும் இந்த மேட்சுக்கு அப்புறம் நான் அவளை ப்ரப்போஸ் பண்ணுவேன்டா. அതാണ്, നീ ധൈര്യമായിട്ട് പോയി പറയടാ പ്രിൻസേ.
എന്താണ് ഇവിടെ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? എൻ്റെ സീനിയറിന് കുറച്ച് ശ്വാസം വിടാൻ സ്ഥലം കൊടുക്കൂ. എൻ്റെ സീനിയർ ക്യാപ്റ്റന് മാച്ച് കളിക്കാനുള്ളതാ. ഉത്തരവ് മാഡം, നീ പറയുന്നത് പോലെ ആയിക്കോട്ടെ. മാച്ച് ആരംഭിക്ക് ടൈം ആச்சு. എല്ലാവരും വാ, അങ്ങ് പോലാം. പ്രിൻസ് അണ്ണ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ലച്ചുമ്മ. ഡാ, എന്നാൽ നീ വാമപ്പായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഐഷു, ഒരു മിനിറ്റ്, കൊഞ്ചം ഇങ്ങ് വായേ. ഐഷു, ചെല, നമ്മൾ ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ കാണും. നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി. എന്താ സീനിയർ പ്രശ്നം? മുഖം ரொம்ப டல்லா இருக்கு. ஏய் மலபார், உட்காரு. இந்த மேட்சுக்கு அப்புறம் எனக்கு உன்கிட்ட ஒரு விஷயம் சொல்லணும். ആ കപ്പടിച്ചിട്ട് വാ, നമുക്ക് പൊളിക്കണ്ടേ? ஏய் மலபார், உனக்கு கொஞ்சம் கூட கவலையே இல்லை? இன்னைக்கு தாண்டி இந்த காலேஜில் என்னுடைய லாஸ்ட் டே. நீ என்னை மிஸ் பண்ண மாட்ட? சீனியர், நம்ம எவ்வளோ தூரத்தில் இருந்தாலும், ஒருவேளை பார்க்க முடியாமல் அளவுக்கு தூரத்தில் இருந்தாலும், உன் கூட இருந்த ஒவ்வொரு செகண்டும் எனக்கு போதும். நீ எனக்காக பேசினது, நாம் 2 பேரும் சண்டை போட்டது, நம்ம சேர்ந்து போன பிளேஸ், விளையாடினது, இந்த ஞாபகமே போதும் எனக்கு இந்த வாழ்க்கை பூரா சந்தோஷமாக இருக்கிறதுக்கு. சீனியர், இந்த லைஃப்பில் எனக்கு ஹாப்பினஸ் என்னென்னு காட்டி கொடுத்த, இந்த உலகம் எப்படின்னு காட்டி கொடுத்த, ரொம்ப நல்ல ஃப்ரெண்ட்ஸை கொடுத்த, என் லைஃப்பில் என் சீனியர் சம்திங் ஸ்பெஷல். அதையெல்லாம் மீறி என் சீனியர் நிறைய மேட்ச் விளையாடி வேர்ல்டு ஃபுல்லாக அறியுന്ന ஒரு ஃபுட்பாலர் ஆகுவேன். அது எனக்கு பார்க்கணும். அதுக்காக என்ன வேணாலும் தாங்கிக்க நான் ரெடியாக இருக்கேன். ஹே மலபார். பிரின்ஸே, இன்னும் 10 நிமிஷம் தான் இருக்குது. நீ கிரவுண்டில் வந்துடு. 10 மினிட்ஸ்டா, இப்போ வந்துடுறேன். சீனியர், എന്ത് നോക്കി നിൽക്കുക? ഗ്രൗണ്ടിൽ പോകാൻ നോക്ക്. மலபார், கிட்ட வர சொன்னா வருவியா? இன்னும் கிட்ட வர சொன்னா வருவியா? என்ன வேணும் சீனியர் உனக்கு? மலபார், முத்தம் கொடுக்குறேன்னு சொன்னா கொடுக்க விடுவியா? கொடு. மலபார், நான் கண்டிப்பாக கொடுத்துடுவேன். கொடு சீனியர். மலபார், திருப்பி ஒன்றும் தரல அல்ல? அடச்சி, கிரவுண்டில் போ சீனியர். டேய் மவனே, நீ என்னடா நினச்ச? நான் அப்படியே போயிடுவேனா? மவனே, உனக்கு பின்னாடி இருந்து கடிக்க வெக்கமா இல்லை? யாராச்சும் ப்ளீஸ் ஹெல்ப் பண்ணுங்க ப்ளீஸ். இந்த பொண்ணுக்காக தானே நீ அன்னைக்கு அவ்வளோ ஷோவை போட்ட? என் சீனியரை விட்டுடு ப்ளீஸ். மவனே, அவளை நீ தொட்ட, உனக்கு அவ்வளோதான். பார்த்துடலாம். டேய், அவளுக்கு நாம 2 என்ன சும்மா இருக்கோன்னு நினச்சியா? எங்களை தங்கச்சி அவளை ப்ரொடெக்ட் பண்ண தெரியாமல் இருக்கேன்னு நினச்சியாடா நீ? இது காலேஜ் கேம்பஸ். உனக்கு உயிரோட இந்த காலேஜிலேருந்து ஃபஸ்ட்டு வெளியே போக முடியுமான்னு பாரு. ஏன்னா நீ கையை வச்சது இந்த காலேஜ் சேர்மேனை. மலபார், பயந்துட்டியா? ഇപ്പോഴും വേദനയാണോ സീനിയർ? ചേ ഇല്ലടി, ഇതെല്ലാം സപ്പ മാറ്റർ. ഐഷു, നിനക്കിന്ന് നാട്ടിൽ പോകാൻ ട്രെയിൻ ടിക്കറ്റ് 6 മണിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരും ഇല്ലാണ്ട് എന്തായാലും നീ ഈ നാട്ടിൽ നിൽക്കണ്ട. എതുക്കടാ? ഡാ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവളോട് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നത് ശരിയാവത്തില്ല. ഞാനും ക്യാദറിനും ഇവനും കൂടി ഇന്ന് നൈറ്റ് ട്രെയിൻ പിടിക്കും. നാളെ നീയും പോവും. പിന്നെ എങ്ങനെയാണ് അവളോട് ഒറ്റയ്ക്ക് നിർത്തുന്നത്? ലച്ചു ആണെങ്കിലും നാട്ടിലും പോവുക. ഞാൻ ഇവിടുത്തെ ഹോസ്റ്റലിൽ നിന്നേനെ. அதெல்லாம் முடியாது ஐஷு. நீ ஊருக்கே கிளம்பு, அதுதான் உன் சேஃப்டிக்கு நல்லது. நீ 1 மந்த் வெக்கேஷனுக்கு அப்புறம் திரும்பி வரும்போது எல்லாம் சரியாகுங்க. உனக்கும் லட்சுக்கும் எந்த பிரச்சனையும் இல்லாமல் இங்கே படிக்க முடியும். നിനക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സൊക്കെ ക്യാദറിൻ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. எனக்கிപ്പോൾ பரவாயில்லடா, நானே அவளை ட்ராப் பண்ணிக்கிறேன். சீனியர், என் டைம் முடிஞ்சுக்கிட்டே இருக்கு. ஏதாச்சும் பேசு.
உன் கூட இருந்த நிலைமை என்னால் மறக்க முடியாது ஐஷு. சீனியர், நீ அன்னைக்கு சொன்ன மாதிரி நமக்குள்ள சம்திங் இருக்குல்ல? எனக்கு தெரியாது ஐஷு, உனக்கும் எனக்கும் உள்ள இது ஃப்ரெண்ட்ஷிப்பா, இது காதலா, இதுதான் காதலா தெரியாது. ஆனால் ஒன்று தெரியும், யாருக்காகவும் உன்னை விட்டு கொடுக்க மாட்டேன்டி. லைஃப் லாங் உன்னை ப்ரொடெக்ட் பண்ணுவேன், உன் கூடவே இருப்பேன். நீ ஆசைப்படுறது எல்லாத்தையும் செஞ்சு தரணும். சீனியர், இதுதான் லவ். நான் உன்னை லவ் பண்ணுறேன்டி. இந்த வாழ்க்கை பூரா உன் கண்ணை பார்த்து அது கூட பேசி உன் கூட சந்தோஷமாக வாழணும் போல இருக்குடி. ஐ லவ் யூ மலபார், ஐ லவ் யூ ஐஷு. நீ இல்லாமல் என்னால் ஒரு நாள் கூட இருக்க முடியாது ஐஷு. உன் கூட பேசாமல் உன் கூட பழகாமல் பைத்தியம் பிடிச்சிடுவேன். நீ இல்லாமல் என்னால முடியாதுடி. என்னை விட்டு போக மாட்டேன்ல சீனியர்? ஐ வில் பி ஆல்வேஸ் தேர் ஃபார் யூ ஐஷு, ப்ராமிஸ். സീനിയർ, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനിവിടെ വന്ന ശേഷമാണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. സീനിയറുടെ കൂടെയുള്ള ഓരോ മൂമെൻറ്റും എനിക്ക് അത്രത്തോളം സ്പെഷ്യലാണ്. ലൈഫ് ലോങ് നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കണം. ഐ ലവ് യു സീനിയർ, ഐ ലവ് യു സോ മച്ച്. ഏയ് മലബാർ, നീ இன்னும் என்ன സീനിയർ நான் கூப்பிடுற? അതെ, ലൈഫ് ലോങ് ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ, സീനിയർ. ஏய் மலபார், கட்டிக்க போகிற புருஷன்னா இப்படியா கூப்பிட போகிற? ஆமாம் புருஷா, இப்படியே தான் கூப்பிட போகிறேன். அடியே மலபார், ஹார்ட்டுக்குள்ள அம்ப விட்டுட்டேன்டி. ஏய் ஐஷு, இந்த ஃபோனை வச்சுக்கோ. അതിനത് സീനിയറിൻ്റെ ഫോണല്ലേ, എനിക്ക് എന്നാത്തിനാ? அடியே மலபார், நீ வீட்டுக்கு போனதுக்கப்புறம் நம்ம பேச வேணாம். സീനിയറിൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? ஏய் மலபார், இந்த நம்பர் பார்த்தியா? இதுதான் என்னுடைய இன்னொரு நம்பர். நீ வீட்டுக்கு போய பிறகு இந்த நம்பரில் ஃபோன் பண்ணு, ஓகே? ஏய் மலபார், என்னடி அப்படி பார்த்துக்கிட்டு இருக்க? എനിക്ക് എൻ്റെ സീനിയറിനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്തിഷ്ടമാണെന്നറിയാവോ? ஐஷு, கடைசியாக நமக்கு ஆன்சர் கிடைச்சதடி. உனக்கும் எனக்கும் சம்திங் இல்லை சீனியர். நான் என் மலபார் பொண்ணு ஐஸ்வர்யா. പപ്പ, നിന്നെ ഞാനിവിടെ പഠിക്കാനാണോ അയച്ചത്, അതോ കണ്ട തമിഴ് പയ്യന്മാരുടെ കൂടെ അഴിഞ്ഞിടാനോ? പപ്പ, നിങ്ങൾ തപ്പാ പുടിച്ചിരിക്കുക. ചീ, വായടക്കടാ. ഞാൻ എൻ്റെ മോളുടെ അടുത്താണ് സംസാരിക്കുന്നത്. പിന്നെ പോകുന്നവനും വരുന്നവനും കയറി എന്നെ വിളിച്ചാലുണ്ടല്ലോ, എൻ്റെ മോളുടെ മേത്തിൽ നിന്ന് കൈയെടുക്കടാ. പപ്പ പപ്പ പ്ലീസ് പപ്പ, എനിക്ക് സീനിയറിനെ ഭയങ്കര ഇഷ്ടമാണ് പപ്പ, പ്ലീസ്. വായടക്കടി. നിന്റെ തമിഴ്നാട്ടിലെ പഠിത്തം എല്ലാം ഞാൻ നിർത്തി തരാടി. ഇങ്ങോട്ട് വാ. அங்கிள் ப்ளீஸ் அங்கிள், எனக்கு கொஞ்சம் டைம் கொடு. நான் உங்களை புரிய வைக்கிறேன் அங்கிள், ப்ளீஸ். പപ്പ പ്ലീസ് പപ്പ, അവരടിക്കല്ലേ പപ്പ, പ്ലീസ്. அங்கிள் ப்ளீஸ் அங்கிள், கொஞ்சம் பேச டைம் கொடுங்க அங்கிள். நான் புரிய வைக்கிறேன் அங்கிள், ப்ளீஸ் அங்கிள். என் ஐஷு என்கிட்ட கூட்டிட்டு போகாதுங்க ப்ளீஸ். அவளை நான் பார்த்துப்பேன் அங்கிள், ப்ளீஸ். ஐஸ்வர்யா, അവനെ ചവിട്ടി കൊല്ലണ്ടാക്കി മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോ, അല്ലെങ്കിൽ അറിയാലോ നിനക്ക് എന്നെ. പപ്പ, എനിക്ക് സീനിയറുണ്ട് പപ്പ, പ്ലീസ് പപ്പ. പപ്പ, நான் இல்லாம அவருக்கு இருக்க முடியாது பப்ப. அங்கிள், காலை பிடிச்சி கெஞ்சி கேட்குறேன், என் ஐஷுவை என்கிட்ட கொடுத்துருங்க ப்ளீஸ். அவ இல்லாமல் என்னால் இருக்க முடியாதுங்க, ப்ளீஸ் புரிச்சுக்கோங்க. ஐஸ்வர்யா, എൻ്റെ കൂടെ വരുന്നോ അതോ ഇവരെ ഞാൻ റീൽ പാളത്തിൻ്റെ ഫ്രണ്ടിൽ എടുത്തിട്ടെ? വേണ്ട പപ്പ, സീനിയറൊന്നും ചെയ്യല്ലേ പപ്പ, പ്ലീസ്. ഞാൻ വരാം പപ്പ. സീനിയർ, நான் எவ்வளோ தூரத்தில் இருந்தாலும் உன் கூடவே இருப்பேன். ஐஷு ப்ளீஸ் ஐஷு,
என்னை விட்டு போகாத ஐஷு, ப்ளீஸ். நீ இல்லாம என்னால இருக்க முடியாது ஐஷு, ப்ளீஸ். நீ என்னை விட்டு போகாத, என்னை விட்டு போகாதடி. நீ எனக்கு ப்ராமிஸ் கொடுத்த, போகாத ஐஷு. ഡാ പ്രിൻസേ, ഡാ പ്രിൻസേ, നിനക്കിത് എന്താടാ പറ്റിയ? ഡാ അബ്ദു നോക്കി നിൽക്കാതെ പിടിക്കടാ, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. உங்ககிட்ட நான் சொன்னது தானே இந்த பேஷண்ட்டுக்கு கம்ப்ளீட் ரெஸ்ட் வேணும்னு. 24 hours കഴിയാமல் எதையும் சொல்ல முடியாது. എടാ എന്താടാ പറ്റി എൻ്റെ പ്രിൻസിന്? അവനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. എടി എനിക്കറിയത്തില്ല, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോ പ്രിൻസിനെ തല്ലുന്നെന്ന് പറഞ്ഞത് കേട്ടോടിയതാ. അത് ഐഷുവിൻ്റെ പപ്പയാടി. അയാൾ ഇങ്ങോട്ട് വന്നു. അയാൾ ഐഷുവിന് എന്തെങ്കിലും ചെയ്യോടാ? എടാ അവളൊന്ന് വിളിച്ച് അന്വേഷിക്കാം, അവളുടെ ഫോണ് പോലും ഇല്ലടാ. സീനിയർ എഴുന്നേക്ക്, ഇതെന്തുറക്കുവാ മനുഷ്യ? ഒന്ന് എഴുന്നേക്ക്, എത്ര നേരം കൊണ്ട് വിളിക്കുവാ? ഏയ് മലബാർ, എന്നടി എങ്കടി നീ പോற? ஐஷு, ஐஷு அங்க. ഡാ പ്രിൻസ് കൂളാവ്, അവക്കൊന്നും ഇല്ലടാ. ഡേയ് ஐஷு എങ്കടാ? அவ வருவா, திரும்பி வருவா. அவ வந்துட்டாளா? அவளை பார்க்காம இருக்க முடியலடா. എടാ പ്രിൻസ്, ஐஷு அவளை வந்தில்ல. நீ போய் சொல்ற அப்து. ஐஷு கண்டிப்பா வருவான்டா. இல்லைனா நான் அவளை கூட்டிட்டு வருவேன். யாரும் தேவையில்லை, நான் கூட்டிட்டு வருவேன் ஐஷுவா. ഡാ പ്രിൻസേ നിക്ക്, അങ്ങനെ നീ ഒറ്റയ്ക്ക് പോകത്തില്ല. നമുക്ക് പോവാം, നമ്മുടെ ഐഷുവിനെ കൊണ്ടുവരാം. ஐஷு எங்கடி இருக்க? நான் வந்துட்டேன்டி. ஓ, அவங்க உன்னை உள்ள அடைச்சி வச்சுட்டாங்களா? டேய் ஏன் ஐஷு எங்கடா? அன்னைக்கு உன் காலை பிடிச்சு கெஞ்சினது அவக்காக. அவளுக்கு வேணும் அவ அப்பாவை, அதனால தான் உன் காலை பிடிச்சு கெஞ்சினேன். ஆனால் இனி முடியாது, எனக்கு அவ இல்லாமல் இருக்க முடியாது. ஐஷு ஐஷு ஏய், என்னடா நீ பண்ணி வச்சிருக்க? எதுக்கு மாலை போட்டிருக்க? என் ஐஷு எங்க? டேய் என் ஐஷு எங்கடா? என்னடா பண்ண அவளை? ഹലോ ദിവാകർ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ മാരേജ് പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോവാം. ആ, ഇവളെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയപ്പോഴല്ലേ ഇവളുടെ അവിടുത്തെ തോന്നിവാസമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അവളെ പഠിക്കാൻ പറഞ്ഞിട്ടപ്പോൾ അവൾ കണ്ട തമിഴൻ ചെക്കന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുക. വീടൊന്ന് എത്തിക്കോട്ടടി, നിനക്ക് ഞാൻ അവിടെ ചെന്നിട്ട് തന്നോളാം. സീനിയർ എன்கிட்ட பிரிச்சிடுவியா? அப்போ என் சீனியரை எனக்கு இனிமே பார்க்க முடியாதா? என் சீனியரை நான் இனி எப்படி பார்ப்பேன்? அவ இல்லாமல் என்னால் இருக்க முடியாது. அப்பா, என் சீனியரை என்கிட்ட இருந்து பிரிச்சிடாதுங்க. என் சீனியர் അവൾക്ക് കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. എടി ഐശ്വര്യ, സ്റ്റോപ്പ് എത്തി, എഴുന്നേക്ക്. നിന്റെ നാടകം നിർത്തിക്കോ നീ. ഇനി നിന്റെ ഈ നാടകം ആരെ കാണിക്കാനാ? എഴുന്നേക്ക് ഐശ്വര്യ. ഏയ് ഐശ്വര്യ. വി ആർ റിയലി സോറി. കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. ആ കുട്ടിയിൽ നിന്ന് വേണ്ടതെന്തോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ടായിരിക്കാം. വി ഡോണ്ട് നോ ദ എക്സാക്ട് റീസൺ, ബട്ട് വി ആർ റിയലി സോറി. ഒരു ഹാഫ് ആൻ അവർ മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേനെ. പപ്പ, എനിക്കൊരു കാര്യം പറയണം പപ്പ. നിന്റെ വാ തുറക്കരുത് ഐശ്വര്യ. നിന്നെ ഞാനിവിടെ പഠിക്കാനാണോ അയച്ചത്, അതോ കണ്ടവന്മാരുടെ കൂടെ? പപ്പ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാ പപ്പ. ഞാൻ സീനിയറിനോട് വളരെ ഹാപ്പി ആയിരുന്നു പപ്പ. പ്ലീസ് പപ്പ,
ഞങ്ങൾ പിരിക്കില്ല പപ്പ. നിന്റെ കെട്ടിനെ നാട്ടിൽ ഉറപ്പിച്ചിട്ടാ ഇങ്ങോട്ട് നിന്നെ കൂട്ടാൻ വേണ്ടി വന്നത്. നാട്ടിൽ ചെന്ന 1 വീക്കിനുള്ളിൽ നിന്റെ മാരേജ്, അത് ഉറപ്പാ ഐശ്വര്യ. എനിക്ക് മിഖായലിനെ പപ്പ ഇഷ്ടം. എനിക്കെൻ്റെ സീനിയറിന് വേണം പപ്പ. ഭ്രാന്ത് പറയാതെ ആ മൂലക്കെങ്ങാനും പോയിരുന്നോളും. ഞാൻ പറയും, നീ അത് കേൾക്കും. അവനെ വെള്ള കൊതിപ്പിച്ച് കിടത്താൻ എനിക്കധികം സമയമൊന്നും വേണ്ട. അതിനുശേഷം ഐശ്വര്യ ക്യാരക്ടറിൽ വലിയൊരു ചേഞ്ച് തന്നെ ഉണ്ടായത്. ആ സീറ്റിൻ്റെ മൂലയ്ക്ക് പോയിരുന്നു എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് കരയുന്നു. ഏയ്, നീ ഐശ്വ കൊന്നിട്ടിയാടാ. അവയോ ഉയരടാ. നീ പറിച്ചിട്ട് പോയി എന്നോട് പള്ളി വച്ചിருக்க. டேய், இந்த ஆள் வீண்டும் போய் சொல்கிறான்டா சிவா. என் ஐஷு குட்ட என்ன எடுத்து வீண்டும் பிரிக்க பார்க்குறாடா. என் ஐஷுவை திருப்பி கொடுக்க சொல்லுடா. கடைசியா உன்னை பார்க்க கூட விடாம கொன்னுட்டீங்களேடா. அவ சின்ன பாப்பாடா. சின்ன வலி கூட தாங்க முடியாத ஐஷுவை നീ കൊന്നിട്ടിയേ. എത്ര മാപ്പ് പറഞ്ഞാൽ തീരില്ല എന്നറിയാം. ഇതിന് പകരമായിട്ട് എന്ത് ശിക്ഷ തന്നാലും അത് വാങ്ങിക്കാൻ ഞാൻ തയ്യാറാ. ശിവ, നീ പോയി പ്രിൻസിന്റെ പിറകെ പോയേ. ഞങ്ങൾ ഇവിടുത്തെ കാര്യം നോക്കിക്കോളാം. இந்த மேட்சையும் நான் வின் பண்ணிட்டேன் ஐஷு. ஆனால் அது பார்க்க நீ இல்லையடி. ஆனால் எனக்கு தெரியும்டி, நீ என்னை விட்டு போக மாட்ட. நீ ஏன் ஐஷு என் கூடயே தான் இருப்ப. ஹலோ கேத்தரின், சொல்கிறதுக்கு கொஞ்சம் கஷ்டமாக தான் இருக்குது. இருந்தாலும் இந்த ஹாஸ்டல் ரூமில் இருந்து ஐஸ்வர்யோட திங்ஸ் கொஞ்சம் மாற்றுறீங்களா? ஓகே மேம், நான் இன்னைக்கே வந்து கிளியர் பண்ணிடுறேன். ഐഷു അവൾ ഡയറി എഴുതൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു കിട്ടിലൻ ചേട്ടനെ കണ്ടു. ഹേയ്, അതെൻ്റെ സീനിയറായിരുന്നു. മൈ സീനിയർ. എൻ്റെ സീനിയർ ഈ ലോകം അറിയുന്ന ഫുട്ബോളർ ആവണം. അന്ന് എനിക്ക് ഈ ലോകത്തോട് വിളിച്ച് പറയണം എൻ്റെ സീനിയർ എൻ്റെതാണെന്ന്. അങ്ങയുടെ ഈ പോക്ക് കണ്ടിട്ട് എന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന് തോന്നില്ല. മിക്കവാറും ഞാനെന്തെങ്കിലും ചെയ്യേണ്ടി വരും. എനിക്ക് കേൾക്കണം, എൻ്റെ സീനിയറിൽ നിന്ന് കേൾക്കണം. ഉനക്കും എനിക്കും സംതിങ് ഇല്ല, ലവ് തന്നെ. ഫ്രണ്ട്സ്, ഇത് ഞാൻ നിനക്ക് കൊണ്ടുതന്നതിന് ഒരു കാരണമേ ഉള്ളൂ. മതിയാക്കടാ നിൻ്റെ ഇതിനകത്തുള്ള ജീവിതം. അവൾ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയല്ല. അവൾക്ക് അവളുടെ ആ പഴയ സീനിയറിനെ കാണണം. അതിന് നീ ഇങ്ങനെ ഇതിനകത്തിരുന്നിട്ട് കാര്യമില്ല. ഒരുപക്ഷെ ആ ഡയറി ഇല്ലായിരുന്നെങ്കിൽ ഇന്നും അവൻ അടച്ചിട്ട മുറിയിൽ അവൻ്റെ മരണത്തെ കാത്തിരുന്നേന്. നിൻ്റെ ഐശുവിന് നിന്നെ വിട്ട് ഒരിടത്തും പോകാൻ കഴിയില്ലടാ. അവൾ നിൻ്റെ കൂടെ തന്നെയുണ്ട്. യു ലവ് us something special, really special.